അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട യുഎയുടെ ശ്രോതാക്കളെ, സാധാരണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കളവുകളും അതേപോലെ തന്നെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെയുള്ള ഓറിയന്റലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ മുതൽ നമ്മുടെ കേരളത്തിൽ കാണുന്ന, ഇന്ന് കാണുന്ന ഞാഞ്ഞൂൽ എക്സ് മുസ്ലിംസ് വരെ പറയുന്നത് നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ പല കാര്യങ്ങളും അവർ പറയാറുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് വളരെ അവഹേളിക്കുന്ന രീതിയിലുള്ള, പരിഹസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറഞ്ഞതാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് റസൂലിന്റെ ഈ ടോട്ടൽ 23 വർഷത്തെ ഈ റവലേഷൻ, ഈ വഹി അത് നൽകിയത് മുഴുവൻ, അല്ലെങ്കിൽ അദ്ദേഹം അവിടുന്ന് പറഞ്ഞത് കാര്യങ്ങൾ മുഴുവൻ അത് കളവായിരുന്നു എന്നുള്ള നിലക്കുള്ള ആർഗ്യുമെന്റ്സ് ഇവർ പറയുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു ഒരു നിലനിൽപ്പില്ല എന്നുള്ളത് ഒരു പക്ഷേ അത് ബേസിക് ആയിട്ട് റസൂലിന്റെ ജീവിതത്തെക്കുറിച്ച്, സീറയെക്കുറിച്ച് എന്തെങ്കിലും ABCD അറിയുന്ന ആൾക്ക് പോലും അത് പറയാൻ കഴിയും. കാരണം റസൂലിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ജീവിച്ച ആദ്യത്തെ പിന്നെ മക്കയിലുണ്ടായിരുന്ന ജീവിതകാലം അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ വഹി അവതരിച്ച സമയത്ത്, ആദ്യത്തെ വഹീന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പരസ്യ പ്രബോധനത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് അവിടുന്ന് ആദ്യം തിരിച്ച് കേൾക്കുന്നൊരു വാക്യം തന്നെ തബ്ബൻ ലക യാ മുഹമ്മദ് അലിഹാദ ജമാഅതന. മുഹമ്മദേ, നിനക്ക് നാശം, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്? അല്ലെ ഞങ്ങളോട് ഈ ദീനിനെക്കുറിച്ച്, അവരോട് ഈ ദീനിനെക്കുറിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ തബ്ബൻ ലക യാ മുഹമ്മദ്, ഈ മുഹമ്മദേ, നിനക്ക് നാശം, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ വിളിച്ചു ചേർത്തത് എന്ന് പറയുന്ന രീതി അവിടുന്ന് തൊട്ട് പിന്നീട് നമ്മൾ കാണുന്നത് റസൂലിന്റെ ജീവിതത്തിൽ അങ്ങോളം മക്കയിലുള്ള ആ കാലഘട്ടത്തിൽ മുഴുവൻ റസൂലിനെ എങ്ങനെയൊക്കെ ആക്രമിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ പ്രകോപിപ്പിക്കാൻ പറ്റുമോ, ഇനി ആ പ്രകോപനം അത് ഫലം കാണുന്നില്ല എന്ന് കാണുമ്പോൾ പ്രലോഭനത്തിലൂടെ, നിനക്ക് പെണ്ണാണോ വേണ്ടത്, മക്കയിലെ ഏറ്റവും നല്ല മികച്ച പെണ്ണിനെ നിനക്ക് നൽകാം, നിനക്ക് അധികാരമാണോ വേണ്ടത്, മക്കയിലെ രാജാവായിട്ട് നിന്നെ വാഴിക്കാം, അതുപോലെ തന്നെ നിനക്ക് എന്താണ് വേണ്ടത്, സ്വത്താണോ വേണ്ടത്, അത് നിനക്ക് ഞങ്ങളെല്ലാവരും സ്വത്ത് സ്വരുക്കൂട്ടി അത് നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് റസൂലിനെ ഈ സന്ദേശ പ്രയാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊന്നും റസൂലിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഈ സന്ദേശ പ്രയാണത്തിൽ നിന്ന് അവിടുന്ന് പിന്നോട്ട് പോകാൻ കാരണമായില്ല. കാരണം ഇത് സത്യമാണ് എന്നുള്ളൊരു ബോധ്യം റസൂലിനുണ്ടായിരുന്നു. അപ്പോൾ കളവ് പറയുകയാണെങ്കിൽ, ഒരാൾ കളവ് പറയുകയാണെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാവും. ഒന്നുകിൽ സ്വത്തിന് വേണ്ടിയിട്ടായിരിക്കും, പെണ്ണിന് വേണ്ടിയിട്ടായിരിക്കും, അധികാരത്തിന് വേണ്ടിയിട്ടായിരിക്കും, സ്റ്റാറ്റസിന് വേണ്ടിയിട്ടായിരിക്കും. ഇതൊക്കെ നൽകാം എന്ന് പറഞ്ഞിട്ട് റസൂൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് കളവായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും കളവിന് വേണ്ടിയിട്ടാണ് റസൂൽ, അല്ലെങ്കിൽ കളവ് പറഞ്ഞത് ആണ് റസൂൽ കളവ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞത് ഏൽക്കുന്നില്ല എന്ന് പറയുമ്പം വേറെ ചില ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ പ്രവാചകൻ, അദ്ദേഹത്തിന് എപ്പിലെപ്സി ആയിരുന്നു, അദ്ദേഹത്തിന് മെന്റൽ ഡിസോർഡർ ആയിരുന്നു. അതാണ് സാധാരണ നമ്മൾ കേൾക്കാറുള്ളത്. റസൂലിന് എന്താണ് മെന്റൽ ഡിസോർഡർ ആയിരുന്നു എന്നാണ്. അപ്പം എന്ത് മെന്റൽ ഡിസോർഡർ? അപ്പോൾ പറയും റസൂലിന് എപ്പിലെപ്റ്റിക് എപ്പിസോഡുകളായിരുന്നു. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പിലെപ്സി എന്ന് പറയുന്നത് മെഡിക്കൽ ടെർമിനോളജി, നമ്മൾ എപ്പിലെപ്സി നോക്കുകയാണെങ്കിൽ അത് മെന്റൽ ഡിസോർഡർ അല്ല എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം പോലും അറിയാത്ത ആൾക്കാരാണ് റസൂൽ മെന്റൽ ഡിസോർഡർ ആയിരുന്നു എന്ന് ആദ്യം പറയുന്നത്. എനിവേ, നിങ്ങളുടെ ആ രീതിയിലുള്ള മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ ടെർമിനോളജിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ല എന്ന് തന്നെ വെക്കുക. ഇനി റസൂലിന് എപ്പിലെപ്സി ഉണ്ടായിരുന്നോ? ചില ആൾക്കാർ പറയാം ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയാണ് റസൂലിന്, നിങ്ങളുടെ ഈ മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമുക്കൊരു ക്ലിപ്പ് കണ്ടു തുടങ്ങാം. പറഞ്ഞു മുഹമ്മദ് നബിക്ക് ഉള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ജഷ്വ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖം. അത് അവിടെ ഫേസ് ചെയ്യുന്ന ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയുടെ ഒരു കോംപ്ലക്സ് പാർഷ്യൽ സീഷർ അതിന്റെ പ്രശ്നമായിട്ട് ജീവിച്ച ഒരാളാണ്. 4 തവണ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ചെസ്റ്റ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നടന്നതായിട്ട് നിങ്ങൾക്കറിയാം. നെഞ്ച് കീറി ഒരു കറുത്ത കട്ട എടുത്ത് കളഞ്ഞു എന്ന് കേൾക്കാത്ത ഒരൊറ്റ മതവിശ്വാസി ഇവിടെ ഇല്ല. ടിപ്പിക്കൽ ആയിട്ടുള്ള മെഡിക്കൽ സൈൻ ആണത്. എന്താണത്? എപ്പിഗാസ്ട്രിക് റൈസിംഗ് എന്ന് പറയുന്ന ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയിലും അതുപോലുള്ള കണ്ടീഷൻസിലും കാണുന്ന ഒരു ന്യൂറോളജിക്കൽ സൈൻ ആണത്. റസൂലിന് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ആയിരുന്നു. അപ്പോൾ വലിയ എന്തോ സംഗതി ഞാനിത് കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ള നിലക്കാണ് ഈ പറയുന്നവൻ, ഇയാൾ ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എന്തോ കേരളത്തിലുള്ള ഈ ഞാഞ്ഞൂൽ എക്സ് മുസ്ലിംസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു റസൂലിന് എപ്പിലെപ്സി ആണ് എന്നുള്ള നിലക്ക് പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല. ഇത് ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 200 വർഷം തികയുന്ന സമയത്ത് തുടങ്ങിയതാണ് ഈ രീതിയിലുള്ള റസൂലിനെ ഡിഫെയിം ചെയ്യാനുള്ള, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ഫ്രോഡായി ചിത്രീകരിക്കാനുള്ള ഈ പരിശ്രമം അന്ന് തുടങ്ങിയതാണ്. അന്ന് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അന്നുണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള, സോഷ്യോ റിലീജിയോ പൊളിറ്റിക്കലായിട്ടുള്ള കോൺടെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ അന്നുണ്ടായിരുന്നത് അറബ് മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന അന്നുണ്ടായിരുന്ന ബൈസാൻഡിയൻ ക്രിസ്ത്യൻ എംപയറും തമ്മിലുള്ള ഈ റിലീജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ക്ലൈമറ്റ്, ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ അറബികളുടെ,
ഈ അന്നത്തെ അറബികൾ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ അവർ പ്രവാചകനായി വിളിക്കുന്ന ആളെ ഒരു ഫ്രോഡായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെ, അയാൾക്ക് എപ്പിലെപ്സി ഉണ്ട് അല്ലെങ്കിൽ അയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായില്ലേ എന്നുള്ള നിലക്കാണ് അന്ന് ബൈസാന്റിയൻ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള തിയോഫൈൻ ആണ് ആദ്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എപ്പിലെപ്സി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അന്ന് അദ്ദേഹം ഇത് പറഞ്ഞു എന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞ വെച്ചാൽ അന്ന് തുടങ്ങിയതാണ്. ഈ ഓറിയന്റലിസ്റ്റുകളായിട്ടുള്ള ഈ പറയുന്ന ആളുകൾ അന്ന് തുടങ്ങിയതാണ്. പിന്നീട് ഇത് ഇസ്ലാമിന്റെ പ്രൊഫറ്റിനെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പ്രവാചകനെ നിന്ദിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ഓറിയന്റലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പലയിടങ്ങളിൽ യൂസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഹംഫ്രി പ്രീഡോനെ പോലെയുള്ള, അതുപോലെ തന്നെ ഗുസ്താവ് വെയിലിനെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ ഈ രീതിയിൽ പ്രവാചകന് എപ്പിലെപ്സി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അതിൽ തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, വില്യം മൂറിനെ പോലെയുള്ള, വില്യം മൂർ എന്ന് പറയുമ്പോൾ സ്കോട്ടിഷ് ഓറിയന്റലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ലൈഫ് ഓഫ് മഹാമത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ അദ്ദേഹം പിന്നെ സീറ ഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റസൂലിന് എപ്പിലെപ്സി ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഇദ്ദേഹം, നമ്മൾ നോട്ട് ചെയ്യണം, ഇദ്ദേഹം ഒരു സ്കോട്ടിഷ് ഓറിയന്റലിസ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹം ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ലൈഫ് ഓഫ് മഹാമത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നടന്ന ഒരു സംഭവമുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും സീറ പിന്നെ വായിച്ച അല്ലെങ്കിൽ സീറ കേട്ട ആളുകൾക്ക് അറിയുന്നൊരു ഒരു റസൂലിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. റസൂലിൻ്റെ ജീവിതത്തിൽ 3-4 വയസ്സ് പ്രായമുള്ള ഒരു സമയത്ത് റസൂലിനെ നമുക്കറിയാം, ഉമ്മ ആമിന ബീവി റസൂലിനെ പ്രസവിച്ച ശേഷം മുലയൂട്ടാൻ വേണ്ടി ഹലീമ ബീവിക്ക് ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അന്ന് മക്കയിൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. മക്ക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പേര് കച്ചവട സംഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന, അവരെ തമ്പടിക്കുന്ന, കച്ചവടം ചെയ്യുന്ന ഒരു ടൗൺ, ഒരു സിറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മക്ക എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ മക്കയിൽ നിന്ന് പിന്നെ അവിടെ സ്വാഭാവികമായും ഇൻഫെക്ഷൻസും കാര്യങ്ങളും രോഗങ്ങളും ഒക്കെ പടരാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടികളാകുമ്പോൾ അവർക്ക് രോഗം പടർന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലം പോലെയല്ല, അന്ന് അതിനുള്ള എയിൽമെൻറ്റ്സ്, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു പക്ഷേ കൃത്യമായി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള ശിശു മരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ, അതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള സിറ്റീസിൽ നിന്ന് കുട്ടികളെ ഈ ഗ്രാമങ്ങളിലേക്ക്, പിന്നെ ഈ പറഞ്ഞ പോലെ ഹലീമ ബീവിക്ക് കൊടുത്തതുപോലെ കുട്ടികളെ അങ്ങോട്ട് കൊടുക്കുന്ന, മുലയൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സംവിധാനം അന്നുണ്ടായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആ ചെറിയ മുഹമ്മദ് എന്ന് പറയുന്ന ബാലൻ പിന്നെ ആമിന ബീവി ഹലീമ ബീവിയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഹലീമ ബീവി 2 വയസ്സ് പ്രായമായപ്പോൾ മുഹമ്മദ് നബി ഹലീമ ബീവിയുടെ കൂടെയായി. ഹലീമ ബീവി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടുന്നുണ്ട്. അതിനുശേഷം 2 വയസ്സ് പ്രായമായ സമയത്ത് സ്വാഭാവികമായും അന്നത്തെ പിന്നെ അവസ്ഥയനുസരിച്ച് കുട്ടിയെ തിരിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഹലീമ ബീവിയെ സംബന്ധിച്ചിടത്തോളം ഹലീമ ബീവിക്കും അവരുടെ ഭർത്താവിനും റസൂലിനെ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ബാലനെ തിരിച്ചേൽപ്പിക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുകയുണ്ടായി. ഒരുപാട് പിന്നെ നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുകയും അതിൻ്റെ ഭാഗമായി ഇനിയും മുഹമ്മദ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായേനെ എന്നവർ ചിന്തിക്കുകയും, പക്ഷേ 2 വയസ്സാകുമ്പോൾ തിരിച്ചേൽപ്പിക്കണമല്ലോ. തിരിച്ചേൽപ്പിക്കാൻ അവർ മക്കയിലേക്ക് വന്ന സമയത്ത് മക്കയിൽ അന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻസ്, ഒരു രോഗം അവിടെ പിടിപെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ ഹലീമ ബീവിയും ഭർത്താവും ആമിന ബീവിയോട് പറയാണ്, ഞങ്ങൾ കുട്ടിയെ കുറച്ചു കാലം കൂടി നോക്കിക്കൊള്ളാം, കാരണം പിന്നെ ഇവിടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ. അങ്ങനെ ആമിന ബീവി ഓക്കെ പറയുകയും ഇവർ തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഹലീമ ബീവിയുടെ കൂടെയാണ്, ഹലീമ ബീവിയുടെ മക്കളുടെ കൂടെ കളിച്ചും ചിരിച്ചുമൊക്കെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിൽ ജീവിക്കുന്നത്. ആ സമയത്ത് 3 വയസ്സ് 4 വയസ്സ് ആ പ്രായത്തിൽ നമുക്ക് സീറ ഗ്രന്ഥങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം, പിന്നെ ഒരു അമാനുഷികമായിട്ടുള്ള ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മുഹമ്മദ് എന്ന് പറയുന്ന ബാലൻ അവിടെ ഉണ്ടായിരുന്ന ഹലീമ ബീവിയുടെ കുട്ടികളുടെ കൂടെ കളിക്കുന്ന ആ സമയത്ത് അവിടെ പിന്നെ ഒരു സമയത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മലക്കുകൾ അവർ പിന്നെ വരികയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് കീറി അതിൽ നിന്ന് ഹൃദയം പുറത്തെടുത്തുകൊണ്ട് അതിലെ ഒരു കറുത്ത കഷ്ണം മാറ്റിവെച്ച് ഹൃദയം ഉള്ളിൽ വെച്ച് നെഞ്ചും കൂട് തിരിച്ചടക്കുന്ന മിനിറ്റുകൾക്കകം ഇത് നടക്കുന്ന ഒരു സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് നടക്കുന്നത് കൂടെ കളിച്ചിരുന്ന ഹലീമ ബീവിയുടെ മക്കൾ അവർ കാണുകയും ഹലീമ ബീവിയുടെ അടുത്തേക്ക് ഓടി വരികയും ചെയ്തു. കാരണം 2 പിന്നെ അപരിചിതരായിട്ടുള്ള ആളുകൾ, ഇതുവരെ അവർ കണ്ടിട്ടില്ലാത്ത ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അവർ കാണാൻ. അപ്പോൾ ഇത് ഓടി വന്നുകൊണ്ട് ഹലീമ ബീവി എടുത്ത് പിന്നെ പറയുന്ന സമയത്ത് അവിടെ ഭർത്താവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടാളും റസൂലിനെ കാണാൻ പോകുന്നുണ്ട്. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവർ പിന്നെ കാണാൻ പോകുന്ന സമയത്ത് റസൂലുള്ളത് ഒരു വയ്യാത്തൊരവസ്ഥയിലാണ്. കാരണം ചെറിയ ബാലനാണ്, വയ്യാത്തൊരവസ്ഥയിലാണ്, 4 വയസ്സാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പേടിയുണ്ടാവും. കാരണം അവരെ ഏൽപ്പിച്ചതാണ് റസൂൽ എന്ന് പറയുന്ന ഈ മുഹമ്മദ് എന്ന് പറയുന്ന ബാലനെ അവരെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ ഏൽപ്പിച്ച കുട്ടിക്കൊന്നും പറ്റാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു ദൗത്യമാണല്ലോ, അവരുടെ ഒരു കർത്തവ്യമാണല്ലോ. അപ്പോൾ അവിടുന്ന് പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഹലീമ ബീവിയുടെ ഭർത്താവ് അവരോട് പറയുന്നുണ്ട്, നമുക്ക്
കുട്ടിയെ എത്രയും പെട്ടെന്ന് ഉമ്മയെ ഏൽപ്പിക്കാം, അവന് വയ്യാതായിരിക്കുന്നു എന്നുള്ള നിലക്ക് പറയുന്നുണ്ട്. ഇതാണ് ചരിത്രം. ഈ ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് വില്യം മൂർ എന്ന് പറയുന്ന പിന്നെ ഓറിയന്റലിസ്റ്റ്, സ്കോട്ടിഷ് ഓറിയന്റലിസ്റ്റ്, അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇത് ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സീറ ഗ്രന്ഥങ്ങൾ നമുക്കറിയാം അറബിയിലാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അറബിയിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത് ഇബ്നു ഹിഷാമിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞ് അവസാനം പറയുന്നത്, ഈ ഭർത്താവ് അവസാനം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇവനെ നമുക്ക് തിരിച്ചേൽപ്പിക്കാം, കുട്ടിയെ നമുക്ക് തിരിച്ചേൽപ്പിക്കാം എന്ന് പറയുന്ന സംഭവം ഇബ്നു ഹിഷാമിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, പിന്നെ ഹസ്ബൻഡ് പറയാണ് ദിസ് ചൈൽഡ് ഹാഡ് എ ഫിറ്റ്, അപ്പം ആ കുട്ടിക്ക് ഒരു സീഷർ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അറബിയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഉമീബ് എന്ന് പറഞ്ഞിട്ടൊരു അറബി വേർഡ് ഉദ്ധരിക്കുകയാണ്. അപ്പം ഇത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഈ ലൈഫ് ഓഫ് മഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ആ പുസ്തകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി നമ്മൾ ഏതൊക്കെ ഒരു ന്യൂറോളജിക്കൽ പേഴ്സ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാലും, ഇനി ഏത് പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു പിന്നെ നെഞ്ചും കൂട് പിന്നെ തുറന്ന് അത് പിളർന്ന് അതിൽ നിന്ന് ഹൃദയം പുറത്തെടുത്ത് അത് കഴുകി വൃത്തിയാക്കി അതുകൊണ്ടും തിരിച്ചടച്ചു വെക്കുക എന്ന് പറയുന്നൊരു സംഗതി ഒരു എപ്പിലെപ്സിയുടെ സൈനോ സിംറ്റമോ ആയിട്ട് ഏതെങ്കിലും ഒരു മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ അന്നോ ഇന്നോ നമുക്ക് കാണാൻ പറ്റൂല. ഇതാണ് അതിൻ്റെ രസകരമായിട്ടുള്ളൊരു കാര്യം. എന്തായാലും അദ്ദേഹം ഇത് പറയാണ്, അദ്ദേഹം ഒരു ഓറിയന്റലിസ്റ്റ് ആണല്ലോ. എന്നാൽ രസകരമായിട്ടുള്ളൊരു കാര്യം, ഇതിനുശേഷം ഇദ്ദേഹത്തെ ഈ വില്യം മൂറിനെ ഉദ്ധരിച്ചുകൊണ്ട്, വില്യം മൂറാണ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്, ഈ വില്യം മൂറിനെ ഉദ്ധരിച്ചുകൊണ്ട് പിന്നെ അമേരിക്കൻ ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള പിന്നെ ലിനോക്സ്, അദ്ദേഹം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ എമിനൻ്റ് ആയിട്ടുള്ള ന്യൂറോളജിസ്റ്റാണ്. അദ്ദേഹം ഈ വില്യം മൂറിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതുന്നത് പിന്നെ ഇങ്ങനെയാണ്: 2 പീരിയഡ് ഓഫ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് അറ്റ് ദ ഏജ് ഓഫ് 2 വിച്ച് ലെഡ് ടു വെറ്റ്നസ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് റസൂലിൻ്റെ ജീവിതത്തിൽ, മുഹമ്മദിൻ്റെ ജീവിതത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 വയസ്സിൻ്റെ അറൗണ്ട് 2 വയസ്സായ സമയത്ത് 2 എപ്പിസോഡ് ഓഫ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവുകയും അങ്ങനെ അതിൻ്റെ ഭാഗമായി വെറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഹലീമ ബീവിയുടെ പിന്നെ പണി പോവുകയും ചെയ്തു, അൺഎംപ്ലോയ്മെൻ്റ് ആവുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് സിംപ്ലി ഈ പറയുന്ന വില്യം മൂറിനെ ഉദ്ധരിച്ചുകൊണ്ട് മാത്രമാണ്. ഇത് നമ്മൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹലീമ ബീവിയുടെ പണി പോയിട്ടുണ്ടോ, 2 വയസ്സിലാണോ? ഇതൊന്നും നമുക്ക് ഏതെങ്കിലും ഒരു സീറ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റില്ല. ഈ സീറ ഗ്രന്ഥങ്ങൾ മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ 3 വയസ്സ് 4 വയസ്സ് ആ പ്രായത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെയൊരു എപ്പിസോഡ്, ഇങ്ങനെയൊരു അമാനുഷികമായിട്ടുള്ള സംഭവം നടന്നതായിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റുക. അപ്പോൾ എന്തായാലും ഇദ്ദേഹം, ഈ ന്യൂറോളജിസ്റ്റ് എന്തായാലും ലിനോക്സ് എന്തായാലും ഈ പിന്നെ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റുകൾ കണ്ടിട്ടില്ല എന്ന് അവിടെ ഉറപ്പാവാണ്. പിന്നെ 2 എപ്പിസോഡുകൾ നടന്നു പറഞ്ഞു. ഈവൻ വില്യം മൂറിനെ ഉദ്ധരിക്കുന്ന വില്യം മൂറിൻ്റെ ടെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പോലും ഒരു എപ്പിസോഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം നടന്നെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒരു റിലീജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പിന്നെ ഒരു ക്ലൈമറ്റിൽ ഇസ്ലാമിൻ്റെ പ്രവാചകനെ തെറ്റായി ചിത്രീകരിക്കൽ, അദ്ദേഹത്തിന് എപ്പിലെപ്സി ഉണ്ട് എന്ന് പറഞ്ഞ് അതുകൊണ്ട് നിങ്ങൾ പിന്നെ എപ്പിലെപ്റ്റിക് ആയിട്ടുള്ള ഒരാളെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള നിലക്ക് റസൂലിനൊരു ഫ്രോഡായി ചിത്രീകരിക്കാൻ ഇവർ ശ്രമിക്കുന്നതിൻ്റെ നേർസാക്ഷിയാണ് ഇതിൽ നിന്നൊക്കെ കാണാൻ പറ്റുന്നത്. ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂറോളജിസ്റ്റ്, അവർ ഈ രീതിയിലുള്ള യാതൊരു തരത്തിലും ഒരു ഒറിജിനൽ ടെക്സ്റ്റ് നോക്കുകയോ അല്ലെങ്കിൽ ഈവൻ അദ്ദേഹം കോട്ട് ചെയ്യുന്ന പുസ്തകം പോലും മര്യാദക്ക് നോക്കാതെയാണ് ഇത് കോട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഒരാളിൽ മാത്രം നിൽക്കുന്നില്ല. വില്യം ഗ്രഹാം ഫ്രീമൻ ഇതേപോലെ തന്നെ മറ്റൊരു അമേരിക്കൻ ന്യൂറോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമായി ഒരു പക്ഷേ റസൂലിന്, മുഹമ്മദ് എന്ന് പറയുന്ന പ്രൊഫറ്റിന് സീഷർ എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എപ്പിലെപ്സി ഉണ്ടായിരുന്നു എന്ന് ആദ്യമായി ഒരു പക്ഷേ ഒരു സയൻറ്റിഫിക് ജേണലിലേക്കൊക്കെ വരുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ ഫ്രീമൻ ആണ് എന്നുള്ളതാണ് പറയാറുള്ളത്. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെമ്പറൽ ലോബ് എപ്പിലെപ്സി വിൽ ബി ദ മോസ്റ്റ് ടെനബിൾ എക്സ്പ്ലനേഷൻ. അതായത് മുഹമ്മദ് ഈ പറയുന്ന ഇസ്ലാമിൻ്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അദ്ദേഹത്തിന് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ഉണ്ടായിട്ടുണ്ട്. അതായിരിക്കും പക്ഷേ ഏറ്റവും ടെനബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, അതായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ന്യൂറോളജിസ്റ്റ് പറയാൻ, നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ അതിന് പല തരത്തിലുള്ള പല ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇത് ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഏറ്റവും മുമ്പിലുള്ള ഈ ഭാഗമാണ് ഫ്രോണ്ടൽ ലോബ് നമ്മൾ പറയാം. ഈ ഭാഗം കഴിഞ്ഞാൽ 2 സൈഡുകളിൽ നമ്മൾ കാണുന്നതാണ് ടെമ്പറൽ ലോബ്. അതുപോലെ തന്നെ ഇത് പെറൈറ്റൽ ലോബ്, അതുപോലെ തന്നെ ഏറ്റവും പിന്നിൽ നമ്മൾ കാണുന്നതാണ് ഓക്സിപിറ്റൽ ലോബ്. അപ്പോൾ ഈ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി അതുണ്ട്. അതാണ് പക്ഷേ ഈ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത് ഒരു ന്യൂറോളജിസ്റ്റാണ് പറയുന്നത്. അദ്ദേഹം എന്നിട്ട് വെറുതെ പറയുന്നതല്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഇബ്നു സാദിനെ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു സാദിനെ അദ്ദേഹത്തിൻ്റെ തൊബഖാത്തുൽ കബീർ ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു പാരഗ്രാഫ് ഇദ്ദേഹം കൊടുക്കുന്നുണ്ട്. ആ പാരഗ്രാഫ് നമ്മളൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ അദ്ദേഹം അതിൽ കൊടുത്തത് ഇങ്ങനെയാണ്: അറ്റ് ദ മൊമെന്റ് ഓഫ് ഇൻസ്പിറേഷൻ ആങ്സൈറ്റി പ്രസ്ഡ് അപ്പോൺ ദ പ്രൊഫറ്റ് ആൻഡ് ഹിസ് കൗണ്ടനൻസ് വാസ് ട്രബിൾഡ്. ഹി ഫെൽ ടു ദ ഗ്രൗണ്ട് ലൈക്ക് an inebriate. He fell to the ground like an inebriate, or one overcome by sleep. On the coldest day, his forehead would be bedewed with a large drop of perspiration. To outward appearance,
inspiration descended unexpectedly without any previous warning to the prophet. When questioned on the subject, he replied, inspiration comes in one or two ways. Sometimes Gabriel communicate the revelation to me as one man to another, and this is easy. And at other times it is like a ringing of a bell penetrating my very heart and rendering me. അതായത് റസൂലിന് എങ്ങനെയാണ് വഹി വരുമ്പം, റവലേഷൻ വരുമ്പം, അതാണ് അവർ ഇൻസ്പിറേഷൻ. ഈ റവലേഷൻ വരുമ്പോൾ എങ്ങനെയാണ്, എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇബ്നു സഅദ് പറഞ്ഞു എന്നുള്ള നിലക്ക് ഈ പറയുന്ന ഫ്രീമൻ അദ്ദേഹം കോട്ട് ചെയ്യുന്നത് ഈ ഒരു പാരഗ്രാഫാണ് അദ്ദേഹം കോട്ട് ചെയ്യുന്നത്. ഇത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാരഗ്രാഫ് ഇബ്നു സഅദ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ഒരു സൈറ്റേഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് ഇബ്നു സഅദിന്റെ ഇന്ന പേജിൽ, തൊബക്കാത്തിലെ ഇന്ന പേജിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു പാരഗ്രാഫ് കാണാൻ പറ്റും, നമുക്ക് ഇദ്ദേഹം സൈറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റില്ല. കാരണം എന്താണ്? അങ്ങനെ ഒരു പാരഗ്രാഫ് ഇബ്നു സഅദിന്റെ തബക്കാത്തുൽ കബീറിൽ ഇല്ല. അങ്ങനെ ഒരു പാരഗ്രാഫേ അവിടെ ഇല്ല. അപ്പം ഇബ്നു സഅദിന്റെ തൊബഖാത്തുൽ കബീറിൽ ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ലേ? പറയുന്നുണ്ട്. പക്ഷേ അത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത വഹി ലഭിക്കുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായ രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പിന്നെ തൊബഖാത്തുൽ കബീറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ചില സമയത്ത് പിന്നെ വളരെ കോൾഡ് ആയിട്ടുള്ള ക്ലൈമറ്റിൽ പോലും റസൂലിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ വരുന്നു എന്നുള്ള തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ മറ്റ് ചില സിംറ്റംസ് ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സിംറ്റംസിനും ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഇദ്ദേഹം മെർജ് ചെയ്യാൻ, ഈ പറയുന്ന ഫ്രീമൻ മെർജ് ചെയ്തിട്ട് ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റിലിജിയോ പൊളിറ്റിക്കൽ ക്ലൈമറ്റിനെ അതിനൊന്ന് ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടി റസൂൽ മുഹമ്മദ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രൊഫറ്റ് എന്ന് പറയുന്നത് ഈ രീതിയിൽ എപ്പിലെപ്റ്റിക് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി. നമ്മൾ ഒരു ന്യൂറോളജിസ്റ്റാണ് അദ്ദേഹം. ഇതിനൊക്കെ മെർജ് ചെയ്ത് മാത്രമല്ല, ഇത് മെർജ് ചെയ്യുന്നതിൻ്റെ ഇടക്ക് ഇനി ഓക്കെ നമ്മൾ വാദത്തിന് വേണ്ടി പിന്നെ തൊബക്കാത്തുൽ കബീറുള്ള പല കാര്യങ്ങളും ഇദ്ദേഹം അറിയാതെ മെർജ് ചെയ്ത് പോയതാണ് എന്ന് പറഞ്ഞാൽ പോലും അതിൽ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. ആ വാചകം എന്താണ്? ഹീ ഫെൽ ടു ദ ഗ്രൗണ്ട് ലൈക്ക് എൻ ഇന്നെബ്രിയേറ്റ്. എന്താണ് ഇന്നെബ്രിയേറ്റ്? ഇന്നെബ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രങ്കാർഡ് എന്നൊക്കെ പറയും. അതായത് കള്ളു കുടിച്ച ആൾ നിലത്ത് വീഴുന്നത് പോലെ ഈ പിന്നെ റസൂൽ മുഹമ്മദ്, പ്രവാചകൻ മുഹമ്മദ് നിലത്തേക്ക് വീഴുമായിരുന്നു. ഏത്? വഹി ലഭിക്കുന്ന സമയത്ത് കള്ളു കുടിച്ച ആളെ പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്തേക്ക് വീഴുമായിരുന്നു എന്ന് ഇത് നമ്മൾ ഇബ്നു സഅദിന്റെ തൊബക്കാത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെവിടെയും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് തൊബക്കാത്തിനെ പിന്നെ കോട്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹം കൊണ്ടുവന്ന സാധനത്തിൽ ഇദ്ദേഹത്തിന്റെ വക ഒരു സംഭാവന. ഏത്? ഒന്നാമത് ഇങ്ങനെ ഒരു പാരഗ്രാഫെ തവക്കാത്തുൽ കബീറിലില്ല. 2, ഇനി ഇദ്ദേഹം ഇതൊക്കെ മെർജ് ചെയ്താണ് നമ്മൾ വാദത്തിന് വേണ്ടി അംഗീകരിക്കുക. എന്നാൽ പോലും അതിലേക്ക് ഇദ്ദേഹത്തിന്റെ വക ഒരു എക്സ്ട്രാ സംഭാവന, ഒരു ആഡ് ഓൺ. അതെന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ വഹി ലഭിക്കുന്ന സമയത്ത് അദ്ദേഹം നിലത്തേക്ക് വീണു, എന്നിട്ട് ഒരു ഡ്രങ്കാർഡിനെ പോലെ, ഒരു കള്ളുകൂടിയനെ പോലെ. ആലോചിച്ച് നോക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതും നമുക്ക് വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. ഇതും നമുക്ക് എന്ത് ചെയ്യാം? വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. ഓറിയന്റലിസ്റ്റുകൾ ഈ പറയുന്ന കളവും ഇതും നമുക്ക് അംഗീകരിക്കാം. എന്നാൽ പോലും എന്താ സംഭവിക്കുക? ഒരു ഡ്രങ്കാർഡ്, ഒരു കള്ളുകൂടിയനായിട്ടുള്ള ആൾ നിലത്തേക്ക് വീഴുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അത് ഒരു സിൻകോപ്പിയൽ ഫോളാണ്. അതായത് സിൻകോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിലേക്ക് ഈ നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡ് ബ്രെയിനിലേക്ക് പിന്നെ അതിന് വേണ്ട രീതിയിൽ എത്തുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സിൻകോപ്പ് അടിച്ച് അങ്ങനെ വീഴുന്നതാണ് സ്വാഭാവികമായിട്ടും ഡ്രങ്കാർഡിൻ്റെ കേസിൽ ഉണ്ടാകുന്ന ഈ ഫോൾ എന്ന് പറയുന്നത്. എന്നാൽ ഇത് എപ്പിലെപ്റ്റിക് എപ്പിസോഡാണെങ്കിൽ, എപ്പിലെപ്സി ആണെങ്കിൽ അവിടെ ഈ രീതിയിലല്ല കാണാൻ കഴിയുക. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഹൈപ്പർ ടോണിസിറ്റിയാണ്. ഹൈപ്പർ ടോണിസിറ്റി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ CNS സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഡാമേജ് പറ്റി അവിടെ പിന്നെ അതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടാകുന്ന പിന്നെ മസിൽ ടോൺ അല്ലെങ്കിൽ മസിലിൻ്റെ ഈ പറയുന്ന എന്താ പറയുക, നമ്മളെ മസിലൊരു സ്റ്റിഫനായി മാറുന്ന ഒരവസ്ഥ. അതാണ്. ഇത് ഇവർ പറയുന്ന എല്ലാ കള്ളത്തരത്തിൻ്റെ ഓരോന്നും പൊളിച്ച് ഇതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ പോലും ഈ പറയുന്ന സംഗതി പിന്നെ മെഡിക്കലി നമുക്ക് ഈ രീതിയിൽ പറയാൻ പറ്റില്ല. കാരണം ഡ്രങ്കാർഡ് വീഴുന്നതും ഒരു എപ്പിലെപ്റ്റിക് എപ്പിസോഡിൽ ഒരാൾ വീഴുന്നതും 2 രീതിയിലാണ്. അപ്പം ഓക്കെ, ഈ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ 1-2 ഉദാഹരണം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ റസൂലിനെതിരെ കള്ളം പറഞ്ഞ്, അല്ലേ, റസൂലിനെ ഡീഫെയിം ചെയ്യാൻ വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ പ്രവാചകനെ എങ്ങനെയെങ്കിലും ഒരു ഫ്രോഡായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എപ്പിലെപ്സി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു എന്ന് പിന്നെ പറഞ്ഞുകൊണ്ട് ആളുകളെ ഇസ്ലാമിൽ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ പറയുന്ന കേരളത്തിലെ ഞാഞ്ഞൂലുകൾ ഇപ്പോൾ തുടങ്ങിയതല്ല, അത് ഓറിയന്റലിസ്റ്റുകൾ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്താണ്. ഈ ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ആരാണ് നമുക്കറിയില്ലേ? ഇപ്പോൾ ഈവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ, അടിമത്തവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നമ്മളുണ്ടായിരുന്ന ഒരു ചർച്ചയിൽ അവിടെ അദ്ദേഹം ചെയ്തൊരു കാര്യം, ഈ പറയുന്ന ആൾ ചെയ്തൊരു കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇസ്ലാമിനെതിരെയുള്ള വെബ്സൈറ്റിൽ പോകുന്നു, അല്ലെ, ഇസ്ലാമിനെതിരെ മാത്രം ഈ ബയസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് ഇദ്ദേഹം ഇത് വായിക്കുകയാണ്. എന്നിട്ട് അവിടെ കള്ളത്തരം നടത്തിയിട്ട് ഞാൻ ഇഷ്ടം പോലെ, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ തുരുതുരാ കള്ളത്തരം പറയും, ഞാൻ കള്ളം പറയും, നിങ്ങൾ വേണം എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത നുണയൻ. ആ സ്വയം പ്രഖ്യാപിത നുണയൻ്റെ മറ്റൊരു പിന്നെ പരിപാടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതും
അദ്ദേഹം കണ്ടുപിടിച്ച പരിപാടിയല്ല. പണ്ടേ ഓറിയന്റലിസ്റ്റുകൾ റസൂലിന്റെ വഫാത്തിന് ശേഷം 200 വർഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ തുടങ്ങിയ ഒരു പരിപാടി. അത് വീണ്ടും ഛർദ്ദിക്കുക എന്നുള്ളത് മാത്രമേ ഈ പറയുന്ന കേരളത്തിലെ എക്സ് മുസ്ലിം ഞാഞ്ഞൂലുകൾക്ക് ചെയ്യാനുള്ളൂ. എന്നിട്ടെന്തോ ഞങ്ങളിതാ എന്തോ സംഭവം കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറയാണ്. തീർന്നില്ല. നമ്മളിത് പറയുമ്പം ഇങ്ങനെയുള്ള ചില ആളുകൾ ഓറിയന്റലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാം വേഴ്സസ് ക്രിസ്ത്യൻ ആ ഒരു കോൺഫ്ലിക്റ്റ് നിൽക്കുന്ന സമയത്ത് ഇസ്ലാമിന്റെ പ്രവാചകനെ ഈ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളായിട്ടുള്ള ആളുകൾ ഇസ്ലാമിന്റെ പ്രവാചകനെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഒരു വശത്തുണ്ടാകുമ്പോൾ മറുവശത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഓറിയന്റലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ തന്നെ. അവരിൽ തന്നെ നമുക്കറിയാലോ എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ. അപ്പോൾ അവരിൽ തന്നെ ചില ആളുകൾ ഇതിനെയൊക്കെ വിമർശിച്ച് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. എഡ്വേർഡ് ഗിബ്ബണെ പോലെയുള്ള ആളുകൾ അവരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഡിഫെയിം ചെയ്യാൻ വേണ്ടി ഇത്രയും താഴ്ന്ന ലെവലിലേക്ക് പോകുന്ന ഈ പറയുന്ന ആളുകളോട് ഞങ്ങൾക്ക് അല്ലെ ഒരു പ്രവാചകനെ ഡിഫെയിം ചെയ്യാൻ വേണ്ടി ഓക്കെ നിങ്ങൾക്ക് അദ്ദേഹത്തെ എതിർക്കാം, പക്ഷേ ഇങ്ങനെ ഇത്രയും താഴ്ന്ന ലെവലിലേക്ക് പോകേണ്ട ഒരു എപ്പിലെപ്സി ഉണ്ട് എന്നൊക്കെ പറയേണ്ട അവസ്ഥയിലേക്ക് പിന്നെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളോട് ഞങ്ങൾക്ക് വെറുപ്പല്ല ഉള്ളത്, സഹതാപമാണ് തോന്നുന്നത് എന്ന് ഈ പറയുന്ന മുസ്ലിങ്ങളല്ലാത്ത പിന്നെ ആളുകൾ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. എഡ്വേർഡ് ഗിബ്ബണെ പോലെയുള്ള, അതുപോലെ തന്നെ തോമസ് കാർലൈലിനെ പോലെയുള്ള ആളുകൾ അവർക്ക് പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് നാണക്കേടാണ് ഈ രീതിയിലുള്ള കള്ളവും തട്ടിപ്പൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് നാണക്കേടാണ് എന്ന് അവരൊക്കെ പറയുന്നത്. വില്യം വോട്ടിനെ പോലെയുള്ള ചില ആളുകൾ അവരൊക്കെ ഈ ഓറിയന്റിസ്റ്റുകളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ അവരൊക്കെ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ അദ്ദേഹം പറയുന്ന ഒരു ഇത് സൈറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു കോട്ട് ചെയ്യുകയാണെങ്കിൽ, ഓൺ സം ഒക്കേഷൻസ് അറ്റ് ലീസ്റ്റ് there were some physical accompaniments. He would be gripped by a feeling of pain in his ears. There would be a noise like the reverberation of a bell. Even on a very cold day, the bystanders would see great pearls of sweat on his forehead as the revelation descended upon him. Such accounts led some Western critic to suggest that he had epilepsy. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നത് കാണിച്ചിട്ട് ചില വെസ്റ്റേൺ ക്രിട്ടിക്സ്, റസൂലിനെ വിമർശിക്കുന്ന ആളുകൾ റസൂലിന് എപ്പിലെപ്സി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ബട്ട് ദർ ആർ നോ റിയൽ ഗ്രൗണ്ട്സ് ഫോർ സച്ച് എ വ്യൂ. അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. എപ്പിലെപ്സി ലെഡ് ടു ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡീജനറേഷൻ ആൻഡ് ദർ ഈസ് നോ സൈൻ ദാറ്റ് മുഹമ്മദ് ഓൺ ദ കോൺട്രി ഹാസ് ഇങ്ങനെ അങ്ങനത്തെ ഒരു സൈനും അല്ലെ ഈ ഒരു ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡീജനറേഷൻ്റെ ഒരു സൈനും മുഹമ്മദിന് ഉണ്ടായിരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓൺ ദ കോൺട്രി, അതിന് വിപരീതമായി നമുക്ക് കാണാൻ പറ്റുന്നത് ഹി വാസ് ഇൻ ഫുൾ പൊസഷൻ ഓഫ് ഹിസ് ഫാക്കൽറ്റീസ് ടു ദ വെരി എൻഡ് ഓഫ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഫാക്കൽറ്റീസും വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു എന്ന് പിന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ പറഞ്ഞ ഒരു വാചകമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ജോൺ ഡേവർ പൂട്ടിനെ പോലെയുള്ള ആളുകൾ അവരൊക്കെ പറയുന്നുണ്ട് ഈ മുഹമ്മദിന് അപസ്മാരം ബാധിച്ചിരിക്കുന്നു എന്നുള്ള വാദം യഥാർത്ഥത്തിൽ ഈ ഒരു അടിസ്ഥാനരഹിതമായ വാദം തുടങ്ങുന്നത് ഗ്രീക്കുകാരാണ്. ഇങ്ങനെയുള്ള ഈ ആളുകൾ യഥാർത്ഥത്തിൽ ഒരു നിന്ന അതുപോലെ തന്നെ വെറുപ്പൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ധർമ്മ സ്വഭാവത്തിന് നേരെ പിന്നെ കരിനിഴൽ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ക്രിസ്ത്യൻ ധർമ്മം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങളെന്നല്ല അദ്ദേഹം പറയുന്നത്, ഈ ദുഷ്ടമതഭ്രാന്തന്മാർ അല്ലെ റസൂലിനെ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ആളുകളെ, ഞാൻ പറയുന്നത് മുസ്ലിം അല്ല ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരാൾ പറയാണ് ദുഷ്ടമതഭ്രാന്തന്മാരായിട്ടുള്ള അവർ ചെയ്യേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ പിന്നെ ക്രിസ്ത്യൻ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിരുന്നെങ്കിൽ അതിനൊരു ദൈവകോപം എന്നുള്ള നിലയ്ക്ക് എപ്പിലെപ്സി, അവരൊക്കെ അന്ന് ആ രീതിയിലാണല്ലോ കണ്ടത്. അപ്പോൾ എപ്പിലെപ്സി എന്നുള്ള നിലയ്ക്ക് പറയാതെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിഷയം അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരുന്നെങ്കിൽ അതിനെ പരിഗണിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു ദൗർഭാഗ്യത്തിൽ സഹതപിക്കുകയായിരുന്നു നിങ്ങൾ ഒരു ക്രിസ്ത്യൻ ധർമ്മം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്ന് ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. പാരഫ്രേസ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ രീതിയിൽ ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി ഇതൊക്കെ നമ്മൾ മാറ്റിവെക്കുകയാണേ, ഇതൊക്കെ ഈ ഹിസ്റ്ററി ഒക്കെ മാറ്റിവെക്കുകയാണ്. ഈ പറയുന്ന ഇനി ഇത് മാത്രമാണോ? അല്ല, നമ്മൾ ആദ്യം പറഞ്ഞ ഒരാളുണ്ടായിരുന്നു വില്യം മൂർ അല്ലെ. വില്യം മൂർ എന്ന് പറയുന്ന ഈ സ്കോട്ടിഷ് ഓറിയന്റലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പിന്നെ എന്താണ് ഇസ്ലാമിൻ്റെ സീറ ഗ്രന്ഥങ്ങളിൽ നിന്ന് കോട്ട് ചെയ്ത വിഷയമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കോട്ട് ചെയ്ത സമയത്ത് അദ്ദേഹം ചെയ്തൊരു കാര്യം, അദ്ദേഹത്തിന് പറ്റിയ ഒരു അമളി കൂടി നമുക്കിവിടെ കാണേണ്ടതുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ചെറുപ്പകാലത്തെ 4-ാം വയസ്സിൽ നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉദ്ധരിക്കുകയും അതിൻ്റെ അവസാനത്തിൽ ഇബ്നു ഹിഷാമിനെ ഉദ്ധരിച്ചുകൊണ്ട് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറയുന്നൊരു കാര്യം, ദ ഹസ്ബൻഡ്, അതായത് ഹലീമ ബിയുടെ ഹസ്ബൻഡ്, അവരെന്താണ് പറഞ്ഞത്, കൺസിഡർ ദാറ്റ് ഹി ഹാഡ് എ ഫിറ്റ് അല്ലെ, ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പറയുന്ന ബാലനൊരു ഫിറ്റ് അല്ലെങ്കിൽ എപ്പിലെപ്റ്റിക് എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്നിട്ട് അവിടെ അദ്ദേഹം ബ്രാക്കറ്റിൽ പറയുന്നത്, ഞങ്ങൾക്ക് സൈഡിൽ സ്ക്രീനിൽ കാണാം, ബ്രാക്കറ്റിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഉമീബ് എന്നാണ്. ഉമീബ് അതായത് ഫിറ്റ് ഉണ്ടായിരുന്നു എന്ന് ഇബ്നു ഹിഷാമിൻ്റെ പിന്നെ സീറ ഗ്രന്ഥത്തിലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം കോട്ട് ചെയ്തിട്ടുള്ളത്, വില്യം മൂർ കോട്ട് ചെയ്താണ്. ഇവിടെ കൃത്യമായിട്ട് ആലോചിക്കണം, ഈ പറയുന്ന വില്യം മൂറിനെ
അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുസ്തകം ലൈഫ് ഓഫ് മെഹാമത്ത് എന്ന് പറയുന്ന പുസ്തകത്തെ ആധാരമാക്കിയിട്ടാണ് ലിനോക്സ് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ഫ്രീമൻ ആയിക്കഴിഞ്ഞാലും ഈ രീതിയിലുള്ള പിന്നെ ഓറിയന്റലിസ്റ്റുകളായിട്ടുള്ള ഈ പിന്നെ ന്യൂറോളജിസ്റ്റുകൾ അവരുടെ പുസ്തകത്തിലും അവരുടെ പബ്ലിക്കേഷൻസിലും ഈ രീതിയിൽ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകന് എപ്പിലെപ്സി ഉണ്ടായിരുന്നു പറഞ്ഞത്. ഓക്കെ, അപ്പം ഇവരൊക്കെ ആധാരമാക്കിയെടുത്ത ഈ അടിസ്ഥാനപരമായിട്ടുള്ള ലൈഫ് ഓഫ് മെഹാമത്ത് എന്ന് പറയുന്ന പുസ്തകത്തിലുള്ള സംഗതി ഞാൻ പറഞ്ഞല്ലോ. എവിടെയാണ് കള്ളി വെളിച്ചത്താകുന്നു വെച്ച് കഴിഞ്ഞാൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹം ഈ പറയുന്ന ലൈഫ് ഓഫ് മെഹാമത്ത് എന്ന് പറയുന്ന പുസ്തകം പരിശോധിക്കുകയാണ്. അതിൽ ഈ പറയുന്ന ഉമീബ് കുട്ടിക്ക് ഫിറ്റ് ഉണ്ട് എന്ന് ഹലീമ ബീവിയുടെ ഭർത്താവ് പറയുന്നതായിട്ട് കാണുന്ന ആ ഒരു സംഗതിയിൽ ഉമീബ് എന്ന് ഉദ്ധരിച്ചിരിക്കുന്നു. അഥവാ ഉമീബ് എന്ന് ഇബ്നു ഹിഷാമിൻ്റെ സീറയിലുണ്ട് എന്നാണ് ഇദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ഉമീബ് എന്ന് കണ്ടപ്പം സർ സയ്യിദിനെ സംബന്ധിച്ചിടത്തോളം ഉമീബ് എന്ന് പറയുന്ന ഒരു സംഗതി അറബിക് ലെക്സിക്കോണിലേ ഇല്ല. ഉമീബ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഇല്ല. അറബി പിന്നെ പദമായിട്ട് ഉമീബ് എന്ന് പറയുന്ന വാക്ക് പോലും ഇല്ല. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നത് എന്ന് അദ്ദേഹം പരിശോധിക്കുകയാണ്. ഇനിയാണ് രസകരമായിട്ടുള്ള കാര്യം. ഈ ഉമീബ് എന്ന് പറയുന്ന വാക്ക് അദ്ദേഹം ഇങ്ങനെ പരിശോധിക്കുകയാണ്. അദ്ദേഹം പരിശോധിച്ചത് അദ്ദേഹം പിന്നെ കൂടെ ഒരു ജർമ്മൻ ഓറിയന്റലിസ്റ്റിനെയും കൂടി കൂട്ടിയിട്ടാണ് അദ്ദേഹം ഈ വിഷയം പരിശോധിക്കുന്നത്. അത് പരിശോധിച്ച ശേഷം അദ്ദേഹത്തിന് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ആ വേർഡ് ഉമീബ് എന്നായിരുന്നില്ല, മറിച്ച് ഉസീബ് എന്നായിരുന്നു. ഉസീബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുസീബത്ത് എന്നൊക്കെ നമ്മൾ പറയും. മുസീബത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദുരിതം ബാധിക്കുക എന്നുള്ള നിലക്കൊക്കെ അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് മുസീബത്ത് എന്നുള്ളത്. ഈ മുസീബത്ത് അഥവാ അതിൻ്റെ ഭാഗമായി വരുന്ന ഉസീബ് എന്ന് പറയുന്ന പദമായിരുന്നു ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നത്. ഈ ഉസീബ് എന്നുള്ളത് അതിൻ്റെ ഉസീബ് എന്നുള്ളതും ഉമീബ് എന്നുള്ളതും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇത് രണ്ടും നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അറബിക് സ്ക്രിപ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം ഒരേപോലെയാണ്. ഈ വില്യം മൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അറബി അറിയില്ല എന്നുള്ളതായിരിക്കും ഒന്നാമത്തെ ഒരു വിഷയം. ഒരുപക്ഷെ അദ്ദേഹത്തിന് അവിടെ അമളി പറ്റിയതാണ്. അപ്പം അത് പിന്നെ ഉമീബ് എന്ന് ഉപയോഗിച്ച് ഈവൻ ഉമീബ് എന്ന് അദ്ദേഹം ഉപയോഗിച്ചാൽ പോലും അതിന് ഫിറ്റ്സ് എന്ന് പറയുന്നൊരു അർത്ഥം അല്ലെങ്കിൽ എപ്പിലെപ്സി ആണ് എന്നൊരു അർത്ഥം ആക്ച്വലി ഇല്ല. ഒന്നാമത് അങ്ങനെ ഒരു അർത്ഥമില്ല. കാരണം അങ്ങനെ ഒരു വേർഡ് തന്നെ അറബിയിലില്ല. ഉസീബ് എന്നുള്ളത് ദുരിതം ബാധിച്ചു, ആ കുട്ടിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു എന്ന് ഹലീമ ബീവിയുടെ ഭർത്താവ് ഹലീമ ബീവിയോട് പറയുകയും അങ്ങനെ നമുക്ക് ആ കുട്ടിയെ ഉമ്മയുടെ അടുത്തേക്ക് അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ച് ഏൽപ്പിക്കാം എന്ന് ഭർത്താവ് പറഞ്ഞതിനെ ഇദ്ദേഹം ചെയ്തെന്താണ്, ഇദ്ദേഹം ആ ഉസീബ് എന്നുള്ളത് ഉമീബ് എന്ന് തെറ്റിദ്ധരിക്കുകയും അങ്ങനെ അത് പിന്നെ വലിയ കാര്യത്തിൽ അവിടെ കൊണ്ടുവരും. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ന്യൂറോളജിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അവർ റസൂലിന് എപ്പിലെപ്സി ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ആലോചിച്ച് നോക്കുക. യാതൊരു തരത്തിലും അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റുകളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഓറിയന്റലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റുകളിലേക്ക് പോയിട്ടില്ല എന്ന് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ സർ സയ്യിദ് എന്ത് ചെയ്യാണ്, ഈ വില്യം മൂറിൻ്റെ അടുത്തേക്ക് പോവാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ലൈഫ് ഓഫ് മെഹാമത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ പേജിൻ്റെ ഫൂട്ട് നോട്ടിലാണ്, നിങ്ങൾക്ക് സൈഡിൽ കാണുന്ന പോലെ ഫൂട്ട് നോട്ടിലാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫുട് നോട്ട് അദ്ദേഹം റിമൂവ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഇത് തെറ്റാണ് എന്ന് നേർക്ക് നേരെ തെളിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു വേർഡ് തന്നെ ഉമീബ് എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ ഇല്ല. എപ്പിലെപ്സി എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം ഉദ്ധരിച്ച വേർഡ് തന്നെ അറബിക് ലെക്സിക്കോണിലേ ഇല്ല. ഓക്കെ, അദ്ദേഹം അത് മാറ്റുകയാണ്. അദ്ദേഹം ആ പിന്നെ ഫുട് നോട്ട് മാറ്റുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അതായത് മുഹമ്മദിന് എപ്പിലെപ്സി ഉണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിക്ക് എപ്പിലെപ്സി ഉണ്ടായിരുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നതാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇത് നമ്മൾക്ക് തരുന്ന ചില പാഠങ്ങളുണ്ട്. എത്രയൊക്കെ നമ്മൾ പിന്നെ ഈ പറയുന്ന ആളുകളെ തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇത് ഒരു അബദ്ധമാണെങ്കിൽ അവരെന്ത് ചെയ്യണം, ഇത് തിരുത്തി പിന്നെ ഇങ്ങനെ എപ്പിലെപ്സി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം പിറകോട്ട് പോകണമായിരുന്നു. പക്ഷേ അത് ചെയ്യാതെ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് വേറെയും പിന്നെ ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. സിറിയൻ റൂളറായിട്ടുള്ള സിറിയയിലെ ഹമ എന്ന് പറയുന്ന പ്രദേശത്തെ സുൽത്താനായിരുന്ന പിന്നെ ഇസ്മായിൽ ബിൻ അലി അൽ മഹ്മൂദ് അബുൽ ഫിദ, അദ്ദേഹം ഒരു റൂളർ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു, അതുപോലെ തന്നെ ജിയോഗ്രഫർ ആയിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ മുഖ്തസിർ താരിഖൽ ബഷർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം, അദ്ദേഹത്തിൻ്റെ വളരെ പിന്നെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ദ കൺസൈസ് ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. അതിൽ അദ്ദേഹം ഇസ്ലാമിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ലൈഫ് ഓഫ് പ്രൊഫറ്റ് ഒക്കെ അതിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും അദ്ദേഹം അതിൻ്റെ ഒറിജിനൽ സോഴ്സുകളായിട്ടുള്ള പിന്നെ തൊബരിയെ പോലെയുള്ള, അതുപോലെ തന്നെ ഇബ്നു സാദിനെ പോലെയുള്ള, ഇബ്നു ഹിഷാമിനെ പോലെയുള്ള സോഴ്സാണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് അറബിക്കിലാണ്. അപ്പോൾ അറബിയിൽ എഴുതിയ ഈ പുസ്തകം ലാറ്റിനൈസ് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് ഓറിയന്റലിസ്റ്റ് ആയിട്ടുള്ള പിന്നെ എഡ്വേർഡ് പോക്കോക്കാണ്, ഡോക്ടർ എഡ്വേർഡ് പോക്കോക്ക്. അപ്പം ഇദ്ദേഹം ഇത് പിന്നെ ലാറ്റിനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ഈ ലാറ്റിനൈസ്ഡ് ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ വർക്ക് പിന്നീട് ഇംഗ്ലീഷിലേക്ക് വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ഒരു ഓറിയന്റലിസ്റ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു, ഹംഫ്രി പ്രീഡോ. അദ്ദേഹമാണ് ഇംഗ്ലീഷിലേക്ക് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ലൈഫ് ഓഫ് മെഹാമത്ത് തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ വില്യം മൂറിൻ്റെ ഒരു ലൈഫ് ഓഫ് മെഹാമത്ത് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. മറ്റൊരു പുസ്തകമാണ് ഇതേ പേരിൽ ഹംഫ്രി പ്രീഡോയുടെ മറ്റൊരു പുസ്തകമാണ് ലൈഫ് ഓഫ് മെഹാമത്ത്. ഈ പുസ്തകത്തിലും അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഹമ്മദിന്
അതായത് ഇസ്ലാമിൻ്റെ പ്രവാചകന് പറഞ്ഞ പോലെ എപ്പിലെപ്സി ഉണ്ടായിരുന്നു എന്നാണ് അവർ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നത്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇതും സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹം ഇതും പരിശോധിക്കുകയാണ്. ഇത് പരിശോധിച്ച സമയത്ത് നേരത്തെ കണ്ട പോലെ ഒരു അബദ്ധമാണെങ്കിൽ, നേരത്തെ കണ്ടത് അറബി അറിയാത്തത് കൊണ്ടുള്ള അല്ലെങ്കിൽ അറബിയുടെ അക്ഷരങ്ങൾ ഒരേപോലെ തോന്നി അതിൽ പറ്റിയ ഒരു അബദ്ധമാണ് വില്യം മൂറിന് പറ്റിയതെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു 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 മാനിപ്പുലേഷൻ ഇവിടെ നടന്നതായിട്ട് സർ സയ്യിദ് കാണാൻ പറ്റുകയാണ്. അത് പൂർണ്ണമായിട്ട് വിശദീകരിക്കുന്നില്ല. സർ സയ്യിദ് ചെയ്യുന്നത് ഈ പറയുന്ന അബുൽ ഫിദയുടെ പുസ്തകം, ഈ പറയുന്നത് കൺസൈസ് ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ് എന്ന് പറയുന്ന പുസ്തകം, അത് അദ്ദേഹം നേരിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നേരത്തെ പറഞ്ഞ ലാറ്റിനൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ പോക്കോക്കിൻ്റെ ആ പുസ്തകം അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും എടുത്ത് കമ്പയർ ചെയ്യുകയും ആ കമ്പയർ ചെയ്യുന്ന സമയത്ത് അബുൽ ഫിദയുടെ പുസ്തകത്തിൽ ഒറിജിനൽ ടെക്സ്റ്റിലുണ്ടായിരുന്ന പിടിപെട്ടു, അഥവാ ഈ പറയുന്ന നമ്മളൊരു ദുരിതം പിടിപെട്ടു എന്നൊക്കെ പറയുന്ന ഒരു പിടിപെട്ടു എന്നുള്ളൊരു വാക്ക്, അത് ഈ പറയുന്ന പോക്കോക്ക് യൂസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഈ റസൂലിന് എപ്പിലെപ്സി ഉണ്ട് എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വേർഡ് കൊണ്ട് അത് പറയുന്ന അദ്ദേഹത്തിന് എത്തേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്താൻ പറ്റൂല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വേർഡ് ഒരു എക്സ്ട്രാ വേർഡ് ആഡ് ചെയ്യാണ്. വേർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോകോൺട്രിയാക്കൽ എന്നാണ്. ഹൈപ്പോകോൺട്രിയാക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ ടേമിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ഡെല്യൂഷനാണ്. ആ ഡെല്യൂഷനിൽ എനിക്കൊരു അസുഖം പിടിപെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പം എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നുകയാണ് എനിക്കൊരു അസുഖം ഉണ്ടെന്ന് തോന്നുകയാണ്. പക്ഷേ ഡോക്ടർമാർ എന്നോട് പറയുന്നു എനിക്കൊരു അസുഖം ഇല്ല എന്ന് എന്നോട് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ലാബ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കി, അതിലും യാതൊരു കുഴപ്പവും കാണുന്നില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ ബിലീവ് ചെയ്യുന്നത് എനിക്കൊരു അസുഖം ഉണ്ടെന്നാണ്. ഒരു ടൈപ്പ് ഓഫ് പിന്നെ ഡെല്യൂഷനാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യാണ്, ഈ ഒരു വേർഡ് ഹൈപ്പോകോൺട്രിയാക്കൽ എന്നൊരു വേർഡ് എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യാണ് നമ്മുടെ ആൽഫ്രഡ് പോക്കോക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്തതോടുകൂടി മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ, അല്ലെ, ഇസ്ലാമിൻ്റെ പ്രവാചകൻ ഈ രീതിയിൽ അസുഖബാധിതനാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പിന്നെ എന്താണ്, അല്ലെങ്കിൽ ആ രീതിയിൽ അഭിനയിക്കുകയും അങ്ങനെയാണ് വഹി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ള നിലക്ക് പിന്നെ അവതരിപ്പിക്കുകയാണ് ആക്ച്വലി പോക്കോക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓറിയന്റലിസ്റ്റുകളുടെ പിന്നെ ചതി, അവരുടെ വഞ്ചനയുടെ പിന്നെ മറ്റൊരു ഉദാഹരണം. നേരത്തെ ഒരു കാര്യം കാണിച്ചിരുന്നു, ഇത് മറ്റൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇത് പിന്നെ മനസ്സിലാക്കേണ്ടത് ഇത് ലാറ്റിനൈസ്ഡ് ആയിരുന്നു. ഇതിനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള പിന്നെ ഹംഫ്രി, അല്ലെ, ഹംഫ്രി പ്രിഡോക്സ്, അതുപോലെ തന്നെ അദ്ദേഹവും ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് കണ്ടിട്ട് പോലുമില്ല. കാരണം കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഈ രീതിയിൽ ലാറ്റിനൈസ്ഡ് ആയിട്ട് വന്ന സംഗതിയിൽ ഉണ്ടായിരുന്ന ഈ പിഴവ്, അല്ലെങ്കിൽ ഈ പറയുന്ന അബദ്ധം എന്ന് പറയാൻ കഴിയില്ല, ഈ ഒരു മാനിപ്പുലേഷൻ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതുപോലും അദ്ദേഹം നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അവിടുന്ന് കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ രീതിയിലുള്ളൊരു ചരിത്രം, ഒരു ഓറിയന്റലിസ്റ്റ് പിന്നെ മാനിപ്പുലേഷൻ്റെ ചരിത്രം ഇതിന് പിന്നിലുണ്ട്. റസൂലിന് എപ്പിലെപ്സി ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് പിന്നിൽ ഇത്രയും വലിയ ചരിത്രമുണ്ട്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സീറ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പ്രോമിനൻ്റ് ആയിട്ടുള്ള സീറ ഗ്രന്ഥങ്ങൾ, നമ്മൾ ത്വബരി ആണെങ്കിലും ഇബ്നു ഇസ്ഹാഖ് ആണെങ്കിലും അതുപോലെ തന്നെ പിന്നെ ഇബ്നു സഅദിൻ്റെ ആണെങ്കിലും ഒക്കെ ഈ പറയുന്ന സീറ ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലെവിടെയും റസൂലിന് എപ്പിലെപ്സി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണുക സാധ്യമല്ല. അതിലെവിടെയും കാണൂല. അവരാരും അങ്ങനെയുള്ളൊരു സന്ദർഭത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതോ അങ്ങനെ ഒരു വേർഡ് പോലുമോ അവരുടെ പിന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ, സീറ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റൂല എന്നുള്ളതാണ്. അതാകെ കാണാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ ഓറിയന്റലിസ്റ്റ് പിന്നെ രചനകളിൽ മാത്രമാണ്. എന്നിട്ട് ഇതാണ് പൊക്കിപ്പിടിച്ച് വരുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വേറെ ചില ആൾക്കാർ പറയും ഇനി റസൂലിന്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പ്രവാചകന് ഇങ്ങനെ എപ്പിലെപ്സി ഉണ്ടായിട്ടുണ്ടാവാം. അത് അന്ന് കാലത്തെ 7-ാം നൂറ്റാണ്ടിലെ അറേബ്യയിൽ അവർക്കിത് അറിയുന്നുണ്ടാവില്ല. കാരണം അന്ന് മോഡേൺ മെഡിസിനോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് മെഡിസിനോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ രീതിയിൽ ഡയഗ്നോസ് ചെയ്യാനുള്ള മെത്തഡോളജിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇനി റസൂലിന് എപ്പിലെപ്സി ഉണ്ടെങ്കിൽ തന്നെ അതൊരു പക്ഷേ പിന്നെ നമ്മൾ അന്നത്തെ കാലത്തെ ആളുകൾക്ക് അറിയില്ലായിരുന്നു ആ രീതിയിലാണെങ്കിലോ എന്നുള്ള നിലയ്ക്ക് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ളത്, ഇതൊക്കെ നിങ്ങളുടെ പിന്നെ ഇഗ്നറൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്, നിങ്ങളുടെ അറിവില്ലായ്മയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്. കാരണം അന്ന് കാലത്ത് അറേബ്യയിലുള്ള ആളുകൾക്ക് കൃത്യമായി അവർക്ക് പിന്നെ എപ്പിലെപ്സി എന്താണ് എന്ന് അവർ കൃത്യമായി അറിയായിരുന്നു. ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ ടെർമിനോളജിയും അതിൻ്റെ മെഡിക്കൽ ടെർമിനോളജിയും പിന്നെ അതിൻ്റെ EEG റെക്കോർഡിങ് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, അതെങ്ങനെയാണ്, എന്താണ് അതിൻ്റെ സിംറ്റംസ് എന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. കാരണം അന്ന് അവർ അതിനെ വിളിച്ചിരുന്നത് സ്വറ എന്നാണ്. സ്വറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിലെപ്സി അല്ലെങ്കിൽ സീഷർ ഡിസോർഡേഴ്സിനെ അവർ വിളിച്ച പേര് സ്വറ എന്നായിരുന്നു. ഇത് നമ്മൾക്ക് പിന്നെ ഹദീസുകളിൽ കാണാൻ പറ്റും. സ്വഹീഹ് ബുഖാരിയിലെ 5652 ഹദീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ പറ്റും, ഇബ്നു അബ്ബാസ്
അബ്ബാസ് എന്നോട് പറഞ്ഞു, ഷാൾ ഐ ഷോ യു എ വുമൺ ഓഫ് പീപ്പിൾ ഓഫ് പാരഡൈസ്, സ്വർഗ്ഗത്തിലെ ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ ഇത് ഇബ്നു അബി റബാഹാണ് ഇത് പിന്നെ ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു യെസ് എനിക്ക് കാണിച്ചു തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം ഇബ്നു അബ്ബാസ് പറഞ്ഞു, പിന്നെ നോക്കൂ, ആ ദിസ് ബ്ലാക്ക് ലേഡി കെയിം ടു ദ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ബ്ലാക്ക് ലേഡി റസൂലിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഐ ഗെറ്റ് അറ്റാക്സ് ഓഫ് എപ്പിലെപ്സി ആൻഡ് മൈ ബോഡി ബിക്കം അൺകവേർഡ്. എനിക്ക് ചില സമയത്ത് ഈ പറയുന്ന സീഷർ എപ്പിസോഡുകൾ, എപ്പിലെപ്സി എനിക്ക് ചില സമയത്ത് വരാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ ഔറത്ത് വെളിപ്പെടും. സ്വാഭാവികമായിട്ടും എപ്പിലെപ്സി എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ളൊരു കണ്ടീഷനാണ്. അപ്പം ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രീതിയിലാണ് വീഴുക എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് എൻ്റെ ഔറത്ത് വെളിവാക്കപ്പെടുന്നത് അത് മറ്റുള്ള ആളുകൾ കാണുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ പ്ലീസ് ഇൻവോക്ക് അല്ലാഹ് ഫോർ മീ, എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് റസൂലെ താങ്കൾ പ്രാർത്ഥിക്കണം. ദ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം സെഡ് ടു ഹർ, ഇഫ് യു വിഷ്, നീ പിന്നെ ആ ലേഡിയോട് പറയാണ്, നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബി പേഷ്യൻറ്റ്, നീ എന്ത് ചെയ്യുക, ഇതിനെ ക്ഷമിക്കുക, ഈ വിഷയത്തെ നീ ക്ഷമിക്കുക. ആൻഡ് യു വിൽ ഹാവ് എൻ്റർ പാരഡൈസ്, അതായത് നീ ഇങ്ങനെ ക്ഷമിക്കുകയാണെങ്കിൽ, ഈ വിഷയത്തിൽ നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗ്ഗത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇനിയല്ല നിനക്ക് ഞാൻ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം എന്നാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. ആൻഡ് ഐ വിൽ ഇൻവോക്ക് അല്ലാഹ് ടു ക്യൂർ യു. പിന്നെ അപ്പോൾ ആ ലേഡി പറയുന്നത്, ബ്ലാക്ക് ലേഡി അവർ പറയാണ്, ഐ വിൽ റിമെയിൻ പേഷ്യൻ, ഞാൻ പിന്നെ ക്ഷമിച്ചോളാം, കാരണം എനിക്ക് സ്വർഗ്ഗം കിട്ടാൻ പോവാണ്, ഇത് ക്ഷമിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗ്ഗം കിട്ടാൻ പോവാണ്. എന്നിട്ട് അവർ അവസാനം ആഡ് ചെയ്യുന്നത്, ബട്ട് ഐ ബിക്കം അൺകവേർഡ്, സോ പ്ലീസ് ഇൻവോക്ക് അല്ലാഹ് ഫോർ മീ ദാറ്റ് ഐ മേ നോട്ട് ബി ഐ മേ നോട്ട് ബിക്കം അൺകവേർഡ്. ഇങ്ങനെയുള്ള എപ്പിസോഡുകൾ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ ഔറത്ത് വെളിപ്പെടാതിരിക്കാൻ റസൂലെ നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹദീസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അവർക്ക് കൃത്യമായി എപ്പിലെപ്സി എന്തായിരുന്നു എന്ന് കൃത്യമായി അറിയാമായിരുന്നു. അന്ന് കാലത്തുള്ള ആളുകൾക്ക് എപ്പിലെപ്സി എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ച് പോലും ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ അവർ പിന്നെ പിന്നെ അവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ള നിലക്കാണ് നമ്മുടെ ചിന്ത പോകുന്നതെങ്കിൽ അതും നമ്മുടെ ഇഗ്നറൻസ് എന്ന് വരുന്നൊരു ചോദ്യമാണ്. പിന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇനി അങ്ങനെ ഇതവർക്ക് പിന്നെ എപ്പിലെപ്സിയെക്കുറിച്ച് അന്ന് കൃത്യമായി അറിയാമായിരുന്നുവെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന റസൂലിനെ എതിർക്കുന്ന ആളുകൾ അവർ ഏതൊക്കെ രീതിയിൽ റസൂലിനെ എതിർത്തു, അവർ ആ സമയത്ത് എന്തൊക്കെ റസൂലിനെ ആക്ഷേപിച്ചു, പരിഹസിച്ചു, അപഹസിച്ചു. അതിലെവിടെയും നമുക്ക് റസൂൽ എപ്പിലെപ്റ്റിക് ആണ്, അല്ലെ, റസൂലിന് ഈ രീതിയിലുള്ള ഒരു പിന്നെ എപ്പിലെപ്റ്റിക് എപ്പിസോഡുകൾ ഉണ്ടായിട്ടുണ്ട്, സീഷർ എപ്പിസോഡുകൾ, അങ്ങനെയാണ് വഹി വരുന്നത്, അല്ലെ, അതാണ് റസൂൽ വഹി എന്നുള്ള നിലക്ക് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് എന്ന് അവരാരും പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അവരിൽ ഒരാൾ പോലും ഈ രീതിയിൽ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അവർക്ക് അറിയാമായിരുന്നു എപ്പിലെപ്സി എന്താണെന്ന് അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ റസൂലിന് അങ്ങനെ ഉണ്ട് എന്ന് തോന്നുന്ന പക്ഷേ അവരത് പറയുമായിരുന്നു. പക്ഷെ അവരാരും പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഹിറാക്ലേസ് രാജാവിൻ്റെ അടുത്തേക്ക് അബൂ സുഫിയാൻ പോകുന്ന ചരിത്രമൊക്കെ ഒരു പക്ഷേ നമുക്ക് അറിയുന്നുണ്ടാവും, അല്ലെ. റസൂലിനെ കുറിച്ച് പിന്നെ എന്താണ് ഡിഫെയിം ചെയ്തുകൊണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോകുന്നത്. റസൂലിനെ കുറിച്ച് തെറ്റായ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. പക്ഷേ അവിടെ എത്തിയ ശേഷം അബൂ സുഫിയാനോട് ഹിറാക്ലേസ് രാജാവ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, റസൂലിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലെവിടെയും റസൂലിൻ്റെ എതിർ പക്ഷത്തുണ്ടായിരുന്ന അന്ന്, പിന്നീട് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം. പക്ഷേ അന്ന് ഈ അബൂ സുഫിയാൻ റസൂലിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പിന്നെ ഒരു മോശമായിട്ടുള്ള കാര്യം പറയാൻ പോയ അബൂ സുഫിയാൻ ഒരിടത്ത് പോലും റസൂലിന് ഇങ്ങനെ ഒരു അപസ്മാരം ബാധിച്ച ഒരാളാണ്, എപ്പിലെപ്സി ഉള്ള ഒരാളാണ് എന്ന് പറയുന്നത് നമുക്ക് ആ ചരിത്രത്തിലും കാണാൻ പറ്റില്ല. എന്നിട്ട് ഈ ആളുകൾ പറയാണ് റസൂലിന് എപ്പിലെപ്സി ഉണ്ട് എന്നുള്ളത്. ആലോചിച്ച് നോക്കുക. ഇനി ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ വശത്തിലേക്ക് വന്നാൽ എന്താണ് എപ്പിലെപ്സി എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ലീഗ് അഗെയിൻസ്റ്റ് എപ്പിലെപ്സി ILAE 2014 വന്ന ഡെഫിനിഷൻ അത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് വായിക്കുന്നില്ല. എപ്പിലെപ്സി ഈസ് എ ഡിസീസ് ഓഫ് ബ്രെയിൻ ഡിഫൈൻഡ് ബൈ എനി ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ്. അതിൽ അറ്റ്ലീസ്റ്റ് 2 അൺപ്രൊവോക്ഡ് ഓർ റിഫ്ലക്സ് സീഷേഴ്സ് ഒക്കറിംഗ് വിതിൻ 24 hours അപ്പാർട്ട്. അത് ഒരു ദിവസത്തിൻ്റെ അപ്പാർട്ടായിട്ട് 2 എപ്പിസോഡുകൾ നടക്കണം. അതുപോലെ തന്നെ 1 അൺപ്രൊവോക്ഡ് സീഷർ ആൻഡ് പ്രോബിലിറ്റി ഓഫ് ഫർദർ സീഷേഴ്സ് സിമിലർ ടു ദ ജനറൽ റെക്കറൻറ്റ് റിസ്ക് ആഫ്റ്റർ ദ 2 അൺപ്രൊവോക്ഡ് സീഷേഴ്സ് ഒക്കറിംഗ് ഓവർ നെക്സ്റ്റ് 10 years. ഇങ്ങനെ അതുപോലെ തന്നെ ഡയഗ്നോസ് ഓഫ് എപ്പിലെപ്സി സിൻഡ്രോം. ഇതാണ് ആക്ച്വലി ഒരു എപ്പിലെപ്സി ഉണ്ട് എന്ന് പറയാനുള്ള ഇന്നത്തെ മെഡിക്കൽ സയൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. ഈ ഡെഫിനിഷനിൽ തന്നെ നമുക്ക് പിന്നെ കാണാൻ പറ്റിയ ഒരു എപ്പിസോഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഏതാനും സെക്കൻഡുകൾ മുതൽ ഒരു 2-3 മിനിറ്റ് വരെയാണ് ഒരു എപ്പിലെപ്റ്റിക് എപ്പിസോഡ് ഉണ്ടാവുക. ഈ എപ്പിലെപ്സി ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വിഷ്വൽ ഹാലൂസിനേഷൻ ഉണ്ടാവാം, ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉണ്ടാവാം. വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ഇങ്ങനെ കണ്ട പോലെ തോന്നുക, അതായത് അത് സ്പ്ലിറ്റ് സെക്കൻഡ്സ് മാത്രം ഉണ്ടാവുക. അവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു സൗണ്ടോ ഒരു വിഷ്വൽ ഹാലൂസിനേഷൻ ഉണ്ടാവുന്നതെങ്കിൽ അവിടെ ഒരു സൗണ്ട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു വെർബൽ കണ്ടന്റ് പിന്നെ കൈമാറുന്നതോ അല്ലെങ്കിൽ ഒരു 2-way കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. വിഷ്വൽ ഹാലൂസിനേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഓഡിറ്ററി പെർസെപ്ഷൻസ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ അവിടെ 2-way വെർബൽ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്.
ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ട് എങ്ങനെയാണ് ഇവർ പറയുന്നത് തട്ടിപ്പാണ് എന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും അതിലേക്ക് വരാം. അതുപോലെ തന്നെ ഇനി ഓട്ടറി ഹാലൂസിനേഷൻസ് ആണെങ്കിൽ അവിടെ ഒരു ബസ്സിംഗ് അല്ലെങ്കിൽ ഒരു വിസിലിംഗ് സൗണ്ടാണ് ഉണ്ടാവുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സബ്ജക്റ്റീവാണ്. അതായത് ഈ എപ്പിലെപ്റ്റിക് എപ്പിസോഡ്, ഈ അപസ്മാരമുള്ള ആൾക്കാണ് ഈ ബസ്സിംഗ് സൗണ്ട് ഉണ്ടാവുക. ഓട്ടറി ഹാലുസിനേഷൻ വരികയാണെങ്കിൽ ബസ്സിംഗ് സൗണ്ട് ഉണ്ടാകുന്നത് അയാൾക്കാണ്. അല്ലെങ്കിൽ അയാളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും ഇത് കേൾക്കാനും പറ്റില്ല. അയാളുടെ അടുത്ത് പോയി നമ്മളിങ്ങനെ ചെവി കാതൂർപ്പിച്ചു കഴിഞ്ഞാൽ ഇത് കേൾക്കാനും പറ്റില്ല. ഇത് അയാൾക്ക് സബ്ജക്റ്റീവായിട്ട് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. പിന്നെ അതുപോലെ തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർലി ടോട്ടൽ എംനീഷ്യാണ്. ടോട്ടൽ എംനീഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറി ലോസ് ആണ്. മെമ്മറി ലോസ് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഈ എപ്പിലെപ്റ്റിക് എപ്പിസോഡിൻ്റെ നടക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞ എന്താണ്, വഹിയാണ് എപ്പിലെപ്സിയാണ് വഹി ആയിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ വഹി ഉണ്ടാകുന്ന സമയത്ത്, അഥവാ ഇവർ പറയുന്ന എപ്പിലെപ്സി ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യം പോലും പിന്നീട് ഓർത്തെടുക്കാൻ സാധ്യമല്ല എന്നാണ്. ഇതാണ് എപ്പിലെപ്സി എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് എപ്പിലെപ്സിയുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഹദീസുകൾ നോക്കിയിട്ട്, ഹദീസുകളിൽ നിന്ന് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വഹിയുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ കാണാൻ പറ്റുന്നത്? ഒന്നാമത് ബുഖാരിയിലെ 3-ാമത്തെ ഹദീസ്. നിങ്ങൾ സൈഡിൽ കാണുന്ന പോലെ തന്നെ ബുഖാരിയിലെ 3-ാമത്തെ ഹദീസ് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായി ഞാൻ വായിക്കുന്നില്ല. അതിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ലഭിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് ആ ഹദീസിൽ പ്രസ്താവിക്കുന്നത്. അത് ആ ചരിത്രത്തിൽ നമുക്കറിയാം, ജിബ്രീൽ മാലാഖ അഥവാ ജിബ്രീൽ മലക്ക് അലൈഹിസ്സലാം റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നതും അങ്ങനെ റസൂലിനോട് ഇഖ്റ, നീ വായിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നീ വായിക്കെന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. റസൂൽ എന്ന് പറയുമ്പോൾ അവിടത്തേക്ക് വായിക്കാൻ അറിയാത്ത നിരക്ഷരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, മാ നബി ഖാരിയ, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് ജിബ്രീലിനോട് തിരിച്ച് പറയുന്നുണ്ട്. വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്, ഇഖ്റ നീ വായിക്കെന്ന് പറയുന്നു. വീണ്ടും പറയുന്നു, മാ നബി ഖാരിയ, എനിക്ക് വായിക്കാൻ അറിയില്ല. വീണ്ടും ആവർത്തിക്കുന്നു, വീണ്ടും ഇതേപോലെ തന്നെ മറുപടി പറയുന്നു. അങ്ങനെ അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം അവസാനം വായിച്ചു കൊടുക്കുകയാണ്, റസൂലിന് വായിച്ചു കൊടുക്കുകയാണ് നമ്മുടെ വിശുദ്ധ ഖുർആനിലെ പിന്നെ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട 3 ആയത്തുകൾ. എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം. ഈ 3 വചനങ്ങൾ റസൂലിനോട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് റസൂലിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതാണ് അവിടെ നടന്ന സംഭവം. അതിനുശേഷം റസൂലിനെ ആ സമയത്ത് തന്നെ റസൂലിനെ നമുക്കറിയാം, ഇഖ്റ എന്ന് പറഞ്ഞ് മാ നബി ഖാരി എന്ന് പറയുമ്പോൾ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ റസൂലിനിങ്ങനെ ചേർത്ത് പിടിച്ച് കംപ്രസ് ചെയ്യുന്നു, റസൂലിൻ്റെ ചെസ്റ്റ് കംപ്രസ് ചെയ്യുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് നെഞ്ചും കൂടി ഇങ്ങനെ പിടിച്ച് പിന്നെ അമർത്തുക എന്ന് പറയില്ലേ, ആ നിലക്ക് ചെയ്യുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ, ഒരു എപ്പിലെപ്സി ആണ് ഇതെങ്കിൽ, വഹി എന്നുള്ളത് ഒരു എപ്പിലെപ്സി പിന്നെ അല്ല എപ്പിലെപ്സി ഒരു വഹിയായി തെറ്റിദ്ധരിച്ചതാണെങ്കിൽ ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ 2 വേ കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവില്ല. ഇഖ്റ എന്ന് മാലാഖ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലിന് തിരിച്ച് മഹാനബി ഖാരി എന്ന് പറയാൻ അങ്ങനെയുള്ളൊരു 2 വേ കമ്മ്യൂണിക്കേഷൻ എപ്പിലെപ്സി അപസ്മാരത്തിൽ സംഭവിക്കില്ല. ഇത് മെഡിക്കൽ സയൻസ് പറയുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നോക്കൂ, ഒരു ചെസ്റ്റ് കംപ്രസ് ഇങ്ങനെയുള്ള ടാക്ടൈൽ പെർസെപ്ഷൻസ്, അതും ഈ പറയുന്ന പോലെ എപ്പിലെപ്സിയിൽ നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇനി ഇതേപോലെ തന്നെ ബുഖാരിയിലെ തന്നെ 2333 ഹദീസ്, 2333 ഹദീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, തണുത്ത ദിവസത്തിലും റസൂലിൻ്റെ നെറ്റിത്തടം വിയർത്തു, അല്ലെ, ഫോർ ഹെഡ് പെർസ്പയർ ചെയ്തു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബുഖാരിയിലെ 2334 ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഉബൈദ ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ ഈ വഹി വരുന്ന സമയത്ത് റസൂലിൻ്റെ മുഖത്തെ കളറ് മാറുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് റസൂലിന് ഇങ്ങനെ പേടി ഉണ്ടാകുന്നു, ആങ്സൈറ്റി ഉണ്ടാകുന്നു, ഇതൊക്കെ എപ്പിലെപ്സിയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ പേടിയും ആങ്സൈറ്റിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ എപ്പിലെപ്സിയുടെ ആളാണെന്നാണ് ഈ പറയുന്ന ആളുകൾ പറയുന്നത്. അത് നിങ്ങൾക്ക് പേടിയുണ്ടോ, നിങ്ങൾക്ക് പിന്നെ ഫിയർ ഉണ്ടോ, നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടോ, നിങ്ങളുടെ മുഖത്തെ കളർ മാറുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾ എപ്പിലെപ്റ്റിക് ആണ്. ഇങ്ങനെ ഏത് മെഡിക്കൽ ടെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഈ ആളുകൾക്ക് ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. റസൂലിന് എപ്പിലെപ്സി ഉണ്ട്, അവരവിടെ തീർത്തു. ന്യൂറോളജിസ്റ്റുകളായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഓറിയന്റലിസ്റ്റുകളായിട്ടുള്ള ന്യൂറോളജിസ്റ്റുകൾ പോലും പറഞ്ഞത് ഒരുപക്ഷെ ഏറ്റവും സാധ്യതയുള്ളത് ടെമ്പറൽ ലോബ് എപ്പിലെപ്സിക്ക് എന്നാണ്. അതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇവർ അവിടെ കൺക്ലൂഡ് ചെയ്യാണ്, അതായത് റസൂലിന് എപ്പിലെപ്സി ഉണ്ട്, ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ഉണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് തിരിച്ച് ഖദീജ ബീവിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഖദീജ ബീവി പിന്നെ എന്നെ മൂടി പുതക്കൂ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അദ്ദേഹം എഴുന്നേൽക്കുന്ന സമയത്ത് കൃത്യമായി ഓർത്തെടുക്കുന്നുണ്ട്, ജിബ്രീൽ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഹിറാ ഗുഹയിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, എപ്പിലെപ്സി ഉണ്ടെങ്കിൽ അംനീഷ്യ ഉണ്ടാവും, മെമ്മറി ലോസ് ഉണ്ടാവും. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മെമ്മറി കൃത്യമായി റീറ്റെയിൻ ചെയ്തെടുക്കുകയും അവിടെ നടന്ന സംഭവം അതേപോലെ തന്നെ ഖദീജ ബീവിയോട് പറയുകയും ചെയ്തു. എന്നിട്ട് ഖദീജ ബീവിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വറഖത്ത് ബിൻ നൗഫൽ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നതാണ്. അത് ഈ ഹദീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ പോയി ഇതേ കാര്യം വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇതൊരിക്കലും ഒരു എപ്പിലെപ്സി ആയിരുന്നു, അപസ്മാരമായിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ അദ്ദേഹത്തിന് അവിടത്തേക്ക് സാധ്യമായിരുന്നില്ല.
അപ്പോൾ ഇതൊക്കെ എപ്പിലെപ്സി അല്ല. എന്നിട്ട് വർക്കത്ത് ബിൻ നൗഫൽ തിരിച്ചു പറയുന്നുണ്ട്, ഇതേപോലെ ഒരു സംഗതി മോസസ് പ്രവാചകൻ അഥവാ മൂസാ നബി അലൈഹി സ്വലാമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്ത് ആറാഫിലെ 7-ാം അധ്യായത്തിലെ 143-ാമത്തെ വചനത്തിൽ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയുന്നുണ്ട്, അള്ളാഹുവിനെ എനിക്ക് കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ച് പറയുന്നുണ്ട്, കാണാൻ പറ്റൂല. അപ്പോൾ പിന്നെ എന്നിട്ടൊരു മലയെ ചൂണ്ടി പറയുന്നുണ്ട്, ഒരുപക്ഷെ ആ മല അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ കാണാൻ പറ്റും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മോസസ് പ്രവാചകനോട് പറയുന്നുണ്ട്. പക്ഷേ മല പിന്നെ പൊട്ടി പിളരുന്നതാണ് പിന്നീട് മോസസ് പ്രവാചകൻ കാണുന്നത്. അപ്പോൾ അള്ളാഹുവിനെ കാണാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് ഈ മോസസ് പ്രവാചകൻ അൺകോൺഷ്യസ് ആയി വീണു എന്നൊക്കെ നമുക്കത് കാണാം. ഇതേപോലൊരു സംഗതിയാണ് മുഹമ്മദിന് വന്നിട്ടുള്ളത്, മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ളത് എന്ന് വറഖത്ത് ബിൻ നൗഫൽ അവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് തന്നെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, റസൂലിന് അവിടെ കൃത്യമായി ആ പറഞ്ഞ സന്ദർഭം കൃത്യമായി റീറ്റെയിൻ ചെയ്തെടുത്ത് ഓർമ്മയിൽ നിന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ 2 വേ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടാക്ടൈൽ പെർസെപ്ഷൻ, അതൊരിക്കലും എപ്പിലെപ്സിയിൽ ഇല്ലാത്ത സംഗതിയാണ്, അതവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇനി ഏത് ഹദീസുകൾ, ഇപ്പോൾ ബുഖാരിയിലെ 2333 ഹദീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഹാരിസ് ബിൻ ഹിഷാം അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് വഹി അള്ളാഹുവിൻ്റെ റസൂലെ താങ്കളിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത് പല രൂപത്തിൽ വരാം. പ്രധാനമായിട്ടും 3 രൂപത്തിലാണ് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, പിന്നെ അതിലേറ്റവും സിവിയർ ഫോമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു ബെല്ല് അടിക്കുന്നത് പോലെ, റിംഗിങ് ഓഫ് എ ബെൽ, ഒരു സെൻസേഷൻ ഉണ്ടാവുകയും അത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകുന്ന രീതിയിലുള്ള സെൻസേഷനാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ വഹി ലഭിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു സന്ദർഭം, അത് ചില ഘട്ടങ്ങളിൽ റസൂലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം മറ്റൊരു മനുഷ്യൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും കാണാൻ പറ്റും. ഈ മനുഷ്യൻ്റെ രൂപത്തിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ പിന്നെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, ഈ ജിബ്രീൽ അലൈഹിസ്സലാം മറ്റൊരു മനുഷ്യൻ്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും റസൂൽ അതിന് മറുപടി പറയുകയും ചുറ്റും കൂടി നിന്ന സ്വഹാബത്ത് ഇതൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഈ വന്ന മനുഷ്യൻ അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് വന്നതെങ്കിൽ അദ്ദേഹം തിരിച്ചു പോയ സമയത്ത് റസൂൽ അവരോട് പറഞ്ഞു, ഈ വന്നത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ച സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത് ജിബ്രീലാണ്, ആ വന്നത് ജിബ്രീലാണ്. അപ്പോൾ സ്വഹാബത്ത് പിന്നാലെ പോകുന്നുണ്ട് ഈ ജിബ്രീലിനെ കണ്ടുമുട്ടാൻ, പക്ഷെ അവർക്ക് കാണാൻ പറ്റുന്നില്ല. അവർക്ക് ഒരുപക്ഷെ ആ ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ ആ ഒരു സമയത്തിനുള്ളിൽ ഈ പറയുന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകാൻ പറ്റുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഈ പറയുന്ന സ്വഹാബത്ത് അവിടത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഈ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന മനുഷ്യരൂപത്തെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഒരു എപ്പിലെപ്റ്റിക് എപ്പിസോഡാണെങ്കിൽ അതൊരു സബ്ജക്റ്റീവായിട്ടുള്ള കാര്യം മാത്രമാണ്. അത് കൂടി നിൽക്കുന്ന 200-300 ആളുകൾക്ക് ഒരിക്കലും അത് കാണാൻ പറ്റില്ല. അത് 200-300 ആളുകൾക്ക് ഒരേ സമയം എപ്പിലെപ്സി വന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് വേറെ വിഷയമാണ്. ഓക്കെ. അപ്പം ഇതേപോലെ പിന്നെ ഒരുപാട് വിഷയങ്ങൾ, ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്ന സമയത്ത് ഒരു സമയത്ത് റസൂൽ ഒരു ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്ന സമയത്താണ് വഹി ലഭിക്കുന്നത്. അപ്പോൾ വഹി ലഭിക്കുന്ന സമയത്ത് ആ വഹിയുടെ കാഠിന്യം മൂലം ആ ഒട്ടകം മുട്ടുകുത്തി സാറ്റ് ഡൗൺ എന്ന് ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇത് സബ്ജക്റ്റീവായിട്ട് റസൂലിന് മാത്രം തോന്നിയ ഒരു കാര്യമല്ല, മറ്റ് അവിടെ കൂടിയിരുന്ന സ്വഹാബത്തും ഇത് കണ്ടിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഹദീസ്, ഞാൻ ഈ പറഞ്ഞ 1, 2, 3 ഹദീസ് മാത്രമാണ് ഞാൻ അവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. ആ ഹദീസ് ഏതെങ്കിലും ഒന്ന് ഇവർ ഈ പറയുന്ന റസൂലിന് അപസ്മാരം ബാധിച്ചു എന്ന് വലിയ എന്തോ യുറീക്ക ഞങ്ങളിത് കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് എവിടെയെങ്കിലും ഉദ്ധരിച്ചായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ആയിഷ ബീവി പറയുന്നുണ്ട്, റസൂല് പിന്നെ ആയിഷ ബീവിയുടെ മുകളിൽ തല ചായ്ച്ച് കിടക്കുന്ന സമയത്ത് റസൂലിന് വഹി വന്ന സമയത്ത് ആയിഷ ബീവിയുടെ കാലുമേൽ അത്രമേൽ പ്രഷർ ഉണ്ടായിരുന്നു, അത്രയും ശക്തി പിന്നെ ഫീൽ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് കേവലം സബ്ജക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം തോന്നിയൊരു കാര്യമല്ല, ഒബ്ജക്റ്റീവായി അവിടെ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾക്ക് പോലും ഈ കാര്യം ഈ വഹി ലഭിക്കുന്ന സമയത്തുള്ള പ്രശ്നം ഇത് പിന്നെ തോന്നിയിരുന്നു, അത് മനസ്സിലാക്കിയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വഹി ലഭിക്കുന്ന സന്ദർഭത്തിൽ ഒരു സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ മുഖത്ത് നിന്ന് ഒരു ബസ്സിങ് സൗണ്ട്, ഒരു തേനീച്ചയുടെ ഒരു മൂളൽ, ബസ്സിങ് ഓഫ് ബി, ആ ഒരു സൗണ്ട് കേട്ടു എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ബസ്സിങ് സൗണ്ടൊക്കെ എപ്പിലെപ്സിയുടെ ഭാഗമായി സയൻസ് ആൻഡ് സെൻറ്റൻസിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതൊക്കെ സബ്ജക്റ്റീവാണ്. അത് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾക്ക് പിന്നെ കേൾക്കാൻ പറ്റില്ല. അത് ഈ വരുന്ന ആൾക്ക് എപ്പിലെപ്റ്റിക് എപ്പിസോഡുള്ള ആളുടെ പിന്നെ അവിടത്തേക്ക് ഇങ്ങനെ ചെവി ഇങ്ങനെ വെച്ച് നിന്നാലൊന്നും കേൾക്കാൻ പറ്റൂല. അതൊക്കെ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ്. അത് മറ്റൊരാൾക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു അത് കേൾക്കാൻ പറ്റി എന്നുള്ളതും ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്നും പിന്നെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യം മാത്രമായിരുന്നില്ല, മറിച്ച് കൃത്യമായി ഒബ്ജക്റ്റീവായിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഇവർ ഈ പറയുന്ന എപ്പിലെപ്സിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അപസ്മാരവുമായി ബന്ധപ്പെട്ട് ഇവർ ഈ പറയുന്ന സയൻസ് ആൻഡ് സിംപ്റ്റംസ് നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയുമായി അതിനെ ബന്ധിപ്പിക്കാൻ എങ്ങനെയൊക്കെ അവർ ശ്രമിച്ചു കഴിഞ്ഞാലും അത് സാധ്യമല്ല എന്നുള്ളതാണ് ഏതാനും ചില ഹദീസുകൾ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നിട്ടും പിന്നെ നോക്കൂ,
ഈവൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനി എപ്പിലെപ്റ്റിക് എപ്പിസോഡുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് സ്റ്റീരിയോടിപ്പിക്കൽ ആയിരിക്കും. മോസ്റ്റ്ലി അത് ടിപ്പിക്കൽ ആയിരിക്കും. അതായത് ഒരേപോലെ ഉണ്ടാവുക. എല്ലാ സമയത്തും ഒരേപോലെ ഉണ്ടാവുക. പക്ഷേ റസൂലിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചില സന്ദർഭങ്ങളിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കോൾഡ് ക്ലൈമറ്റിൽ പോലും നെറ്റിത്തടത്തുന്ന വിയർപ്പ് തുള്ളികൾ വരുന്ന രീതിയിൽ, അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ബസ്സിങ് സൗണ്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ പിന്നെ വലിയ ഹെവിനെസ് ഫീൽ ചെയ്തിരുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലാണ് റസൂലിന് വഹി ലഭിച്ചത്. അതൊരു സ്റ്റീരിയോടിപ്പിക്കൽ ആയിരുന്നില്ല. അത് ഡിഫറന്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു അത് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന ആ ഒരു ബഡാ കൺക്ലൂഷനിലേക്ക് ഇതൊരിക്കലും ഇവർക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന പിന്നെ സംഗതി ഇവർക്കിവിടെ ഒന്നുകിൽ ഇവിടെ പറ്റിയിട്ടുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓറിയന്റലിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് അവർ ഇഗ്നോറന്റ് ആണ്. അവർക്ക് അറിയില്ല. ഈ വിഷയത്തെക്കുറിച്ച് വലുതായിട്ട് ധാരണയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ കളവ് പറഞ്ഞു എന്നുള്ളതാണ്. ഇതിലേതെങ്കിലും ഒന്നാണ് സംഭവിക്കേണ്ടത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം വഹി ലഭിക്കുന്ന സമയത്ത് പ്രവാചകന് സ്വാഭാവികമായും ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടായിട്ടുണ്ട്. അത് പ്രവാചകൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഖുർആനിൽ തന്നെ, വിശുദ്ധ ഖുർആനിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു ഹെവി ആയിട്ടുള്ള സംഗതിയാണ് വരുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ഡിസ്കംഫേർട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വഹി ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഡിസ്കംഫേർട്ടിനെ ഇവരെന്ത് ചെയ്തു? എപ്പിലെപ്സി എന്നുള്ള നിലക്ക് അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ പിന്നെ ഒരു മോഡേൺ പിന്നെ മെഡിക്കൽ സയൻസ് ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഓറിയന്റലിസ്റ്റുകൾക്ക് പറ്റിയ തെറ്റായിരിക്കാം. പക്ഷേ അതും എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഞാഞ്ഞൂലുകൾ, ആരിഫിനെ പോലെയുള്ള ആളുകൾ അതും എടുത്തിട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ രസം. ഈ പറയുന്ന ആരോപണം, റസൂലിന് അപസ്മാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആരോപണം ഇവരുണ്ടാക്കിയെടുത്ത പുതിയ എന്തോ കണ്ടുപിടിച്ച ഒരു സംഗതിയല്ല. അത് ഓറിയന്റലിസ്റ്റുകൾ പറഞ്ഞു നടന്ന സംഗതിയാണ്. ഇനി അതിന്റെ യാഥാർത്ഥ്യം നോക്കുമ്പോൾ അത് റസൂലിന്റെ വഹീനെ എപ്പിലെപ്സിയുമായി ബന്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന അപസ്മാരവുമായി ബന്ധിപ്പിക്കാൻ ഏത് രീതിയിലും സാധ്യമല്ല എന്ന് ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു എപ്പിലെപ്റ്റിക് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ സ്റ്റ്യൂപ്പർ, നമ്മൾ ഇമ്പയർഡ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയും, അത് ഒരാൾക്ക് ഉണ്ടാവാം. അതുപോലെ തന്നെ അംനീഷ്യ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെമ്മറി ലോസ് അതുണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതൊക്കെ വന്നിട്ടുള്ള ഒരാളാണ്. ആലോചിച്ച് നോക്കി, ഇങ്ങനെയുള്ള ഒരു എപ്പിസോഡുകളിലൂടെയാണ്, അല്ലെ ഈ എപ്പിലെപ്റ്റിക് എപ്പിസോഡുകളിലാണ് പിന്നെ വിശുദ്ധ ഖുർആന്റെ 6236 വചനങ്ങൾ. ആലോചിച്ച് നോക്കുക. ഒരു കോൺട്രഡിക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ആ വചനങ്ങൾ ഈ പറയുന്ന എപ്പിലെപ്റ്റിക് എപ്പിസോഡിന്റെ ഇടക്കാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതിലൂടെ വന്നതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യം പരിശോധിക്കേണ്ടത് നിങ്ങളുടെ തലയാണ്. നിങ്ങളുടെ EEG റെക്കോർഡിംഗ് ആണ് ആദ്യം പരിശോധിക്കേണ്ടത്. അവിടെ എന്തോ പ്രശ്നമുണ്ട്. ഒന്നാലോചിച്ച് നോക്കുക. റസൂലിന്റെ ജീവിതത്തെക്കുറിച്ച് ഇവർ പറയുന്ന കാര്യങ്ങൾ, റസൂലിന്റെ ജീവിതം തുടങ്ങുന്നിടത്ത് റസൂലിന്റെ പിതാവിനെക്കുറിച്ച്, പിന്നെ അദ്ദേഹം 4 വർഷം മുമ്പ് മരണപ്പെട്ടു എന്നുള്ള നിലക്കുള്ള, റസൂലിന്റെ ജനനത്തിന് മുമ്പ് 4 വർഷം മുമ്പ് മരണപ്പെട്ടു എന്നുള്ള നിലക്ക് കള്ളം ഇവർ പറഞ്ഞു. റസൂലിന്റെ മാതാവിനെക്കുറിച്ച് ഇവർ ആക്ഷേപിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് ഈ പറഞ്ഞ പോലെയുള്ള പിന്നെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞു. അതുപോലെ തന്നെ റസൂലിന് മക്കയിൽ ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മക്കയിൽ അദ്ദേഹത്തിന് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അതൊക്കെ ഏൽക്കേണ്ടതായിരുന്നു എന്നുള്ള നിലയ്ക്ക് ഇവർ പറഞ്ഞു. അതുപോലെ തന്നെ റസൂൽ അവിടുന്ന് പിന്നെ ഓടി ത്വായിഫിലേക്ക് പോകുന്നുണ്ട്, ഉമ്മയുടെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയി അഭയം പ്രാപിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെയുള്ള തെരുവ് പിള്ളേരെ കൊണ്ട് കല്ലെറിഞ്ഞ് റസൂലിനെ ഓടിച്ചപ്പോൾ റസൂലിന്റെ കാലിൽ പിന്നെ കാലൊക്കെ പൊട്ടി ചോര ഇങ്ങനെ വാർന്നൊഴുകുന്ന സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന റസൂലിന്റെ ശത്രുവായിട്ടുള്ള ആള് റസൂലിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഭൃത്യനെ അയച്ചുകൊണ്ട് റസൂലിന് ഭക്ഷണം പോലും കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പിന്നെ ഔദാര്യം പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കാത്ത ഇവിടെയുള്ള നാസ്തികർ എന്ന് പറയുന്ന എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ആളുകൾ, അതിനുശേഷം റസൂൽ ഹിജ്റ പോയി മദീനയിലേക്ക് എത്തുമ്പോൾ അവിടേക്കും റസൂലിനെയും സ്വഹാബത്തിനെയും രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള നിലക്ക് അവിടേക്ക് യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടുന്ന സമയത്ത് അതിനെ എതിർത്ത ബദറിനെ ഒരു കൊള്ളയായി ചിത്രീകരിക്കുന്ന നിങ്ങൾ, റസൂലിന്റെ ജീവിതത്തിൽ പിന്നെ റസൂലിന്റെ വിവാഹത്തെക്കുറിച്ച് വൃത്തികേട് പറയുന്ന നിങ്ങൾ, അല്ലെ, റസൂലിന്റെ ജീവിതത്തെക്കുറിച്ച് ഇത്രയും ആക്ഷേപിക്കുന്ന, റസൂലിന്റെ മരണത്തെപ്പോലും ആഘോഷിക്കുന്ന നിങ്ങൾ, അല്ലെ, അത് വിഷം കൊടുത്ത് കൊന്നാണെന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന നിങ്ങൾക്ക്, പക്ഷേ നിങ്ങൾക്ക് തിരിച്ച് റസൂലിന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നത് എന്താ? ഒന്നാലോചിച്ച് നോക്കൂ. ഇപ്പോഴും നീയൊക്കെ അരി വാങ്ങി തിന്നുണ്ടല്ലോ, ഈ അരി വാങ്ങി തിന്നാൻ നിങ്ങൾക്ക് കഴിയുന്നത് ഈ റസൂലിനെ കുറ്റം പറഞ്ഞിട്ടല്ലേ? ഇതേ റസൂലിനെ കുറ്റം പറഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് ഇപ്പോഴും അരി വാങ്ങി തിന്നാൻ പറ്റുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. കുറച്ച് തണ്ടും തടി ഇല്ലേ? കുറച്ചൊന്ന് പിച്ചെടുത്തെങ്കിലും ജീവിക്കുക. ഈ പറയുന്ന വൃത്തികേടുകളും കള്ളത്തരവും തെറ്റിദ്ധാരണയും ഒക്കെ ഒഴിവാക്കിയിട്ട് പിച്ചെടുത്തെങ്കിലും ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും ഈ പറയുന്ന പഴകിപ്പൊളിച്ച പിന്നെ എപ്പിലെപ്റ്റിക് ആയിരുന്നു നിങ്ങളുടെ പ്രവാചകൻ, എപ്പിലെപ്റ്റിക് പ്രൊഫറ്റ് എന്നൊക്കെ പറഞ്ഞ് വലിയ എന്തോ പ്ലേലിസ്റ്റുകളൊക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇത്രേ ഉള്ളൂ. സൂറത്തു ഇസ്രായേൽ 88-ാമത്തെ വചനത്തിൽ പറഞ്ഞ പോലെ തന്നെ ജിന്നുകളും മലക്കുകളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വന്നാലും ഈ ഒരു ഗ്രന്ഥം പോലെ ഒന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വെല്ലുവിളിച്ചെങ്കിൽ ആ ഗ്രന്ഥം അത് പിന്നെ കേവലം എപ്പിലെപ്റ്റിക് എപ്പിസോഡുകൾ അപസ്മാരത്തിന്റെ സമയത്ത് ഇറക്കിയതാണ്. 6236 വചനങ്ങൾ എന്ന് പറഞ്ഞാൽ
അതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്ന് ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ, ഞാൻ നിങ്ങളോട് മാത്രമാണ് സംസാരിക്കുന്നത്. ഈ പറയുന്ന ആളുകളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഒരുപക്ഷെ അവർ അറിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ കളവ് പറയുന്ന ആളുകളാണ്. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, റസൂലിന് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് യഥാർത്ഥത്തിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകൾ, ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്നൊക്കെ കേട്ടപ്പോൾ എന്തോ പുതിയ സംഗതി, ഇതാ പുതിയ മെഡിക്കൽ പിന്നെ സയൻസ് ഒക്കെ പുരോഗമിച്ചപ്പോൾ റസൂലിന് എന്താ സംഭവിച്ചത്, ഇതാ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് പുളകം കൊള്ളുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്, ഇത് ഇത്രയൊക്കെ ഉള്ളൂ ഇവർ ഈ പറയുന്ന ആർഗ്യുമെന്റ്സ്. എന്നിട്ട് ഇതിലൂടെയാണ് ഈ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആൻ, ഒരു കോൺട്രഡിക്ഷൻ പോലും ഇന്നും കണ്ടുപിടിച്ച് തരാൻ ഇവർക്ക് പറ്റിയിട്ടില്ലാത്ത ഈ ഖുർആൻ വന്നത്, അവതരിപ്പിച്ചത് എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ ഇത്രയേ ഉള്ളൂ എന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഏതൊക്കെ രീതിയിൽ തെറ്റിദ്ധാരണാജനകമായി കളവ് പറയാൻ പറ്റുമോ അതൊക്കെ ഇവർ ട്രൈ ചെയ്തിട്ടുണ്ട്. റസൂൽ കളവ് പറഞ്ഞു, റസൂലിൻ്റെ ജീവിതം ഒട്ടാകെ കളവ് പറഞ്ഞു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റസൂൽ ഈ പറഞ്ഞ പോലെ അപസ്മാരം ഉണ്ടായിരുന്നു പറഞ്ഞു. ഇനി ഇതും കടന്ന് റസൂലിന് മെൻ്റൽ ഡിസോർഡർ ഉണ്ട്, അത് ഷിസോഫ്രീനിയ പോലെയുള്ള അസുഖങ്ങളുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇതോടൊപ്പം അഡീഷണൽ ആയിട്ട് ചില കാര്യങ്ങൾ, സ്കിസോഫ്രീനിയ ലൈക്ക് സിംറ്റംസ് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ പലതും നമുക്ക് വായിച്ചെടുക്കാം. മുഹമ്മദ് നബിയിൽ ഞാൻ അത് ഉണ്ട് എന്ന് ഞാൻ ആരോപിക്കുന്നില്ല. ഇനി വേണ്ടവർക്ക് കണ്ടുപിടിക്കാം, ആരോപിക്കാം. ആരിഫേ, ഈ അത് പറയാൻ വരികയാണെങ്കിൽ അതിനുള്ള മറുപടി അപ്പം തരാട്ടോ. അപ്പോൾ ആ നിലക്ക് പിന്നെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ രീതിയിൽ റസൂലിനെ ഡീഫെയിം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അത് നാളെയും തുടരും. പക്ഷേ ഇസ്ലാം ഒരു സൈഡിൽ അത് അജയ്യമായി നിലനിൽക്കുകയും ആളുകൾ അതിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ഈ രീതിയിലുള്ള വ്യഥാവ്യായാമങ്ങൾ അതെവിടെയും എത്തിച്ചേരാൻ പോകുന്നില്ല എന്ന് മാത്രമാണ് ഈ പറയുന്ന ആളുകളോട് സൂചിപ്പിക്കാനുള്ളത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പാവങ്ങളായിട്ടുള്ള പാമരന്മാരായിട്ടുള്ള ഇതൊക്കെ വലിയ എന്തോ സംഗതിയാണെന്ന് വിചാരിക്കുന്ന ആരിഫിൻ്റെയൊക്കെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഏതൊക്കെ ഇവർ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാന്താവിലേക്ക് എത്തുക. ഇവർ ഇത്രത്തോളം വിമർശിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവാചകൻ പറഞ്ഞ ആശയത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്തായാലും ഇത്രയൊക്കെ വിമർശിക്കുന്നുണ്ടല്ലോ. ആ ആശയം, ആ പ്രവാചകൻ പറഞ്ഞ ആശയം, അത് അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ നിന്ന്, ഖുർആൻ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ നിന്ന് വായിക്കാൻ നമ്മൾ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? ഹദീസുകളെ കുറിച്ച് പഠിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ആരിഫ് കൊണ്ടുവരുന്ന ഏതെങ്കിലും, അല്ലെങ്കിൽ ആരിഫിനെ പോലെയുള്ള ഏതെങ്കിലും ഞാഞ്ഞൂലുകൾ കൊണ്ടുവരുന്ന കട്ട് ചെയ്ത് ഹദീസിൻ്റെ കഷ്ണം ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഈ ഹദീസുകളും ഖുർആനിൻ്റെ ഏതെങ്കിലും ഭാഗത്തെ പിന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് കൊണ്ടുവരുന്നത് മാത്രമല്ലേ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ? അതിൻ്റെ യാഥാർത്ഥ്യം പഠിക്കാനോ അല്ലെങ്കിൽ ഖുർആനൊന്ന് ഒരു ആവർത്തി ഒന്ന് വായിക്കാനോ അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് വായിക്കാനോ നിങ്ങൾ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ എന്ന് നമ്മൾ പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും കൃത്യമായി ആലോചിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. ഈ തരത്തിലുള്ള തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ കള്ളങ്ങളും പിന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങളൊന്നും അധികകാലം മുന്നോട്ട് പോവില്ല എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് കൊണ്ടുവരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.